ഡിഫൈൻ യൂണിവേഴ്സ്. ഞാനും ചെറുതായിരിക്കും വിചാരിച്ചു നമ്മൾ സ്പേസിലോട്ട് പോവാണെങ്കിൽ ഇവിടെ ഒരു പ്ലാനറ്റ് ആണ്, ഇവിടെ പ്ലാനറ്റ്, ഇവിടെ കുറച്ച് സ്റ്റാർസ് ഉണ്ട്, ഇവിടെ ഗാലക്സീസ് ഉണ്ട്, കോമറ്റ്സ്. ആക്ച്വലി 99.9999% ജസ്റ്റ് എംപ്റ്റിനെസ് ആണ്. ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഈ പ്രപഞ്ചത്തെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഇതിന്റെ ഒരു നിലനിൽപ്പിനെ പറ്റിയിട്ടൊക്കെ അറിഞ്ഞിട്ട് ഞങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ ഇതിൽ എന്ത് ബാധിക്കാനാ? ഇത്രയും വലിയൊരു യൂണിവേഴ്സിലെ ചെറിയൊരു അരിമണിയുടെ അത്രയും പോലും ഇല്ല നമ്മൾ. ജാതി, മതം, പാർട്ടി, ജെൻഡർ തല്ലുണ്ടാക്കുന്നൊക്കെ വെറുതെ ആണെന്നുള്ളൊരു ട്രൂ അണ്ടർസ്റ്റാൻഡിങ് വരും. ഇപ്പൊ ഞാനും പൂജയും കാക്കയും ഒരു പൂച്ചയും ഒരു പശുവും എല്ലാം ഒരൊറ്റ സിംഗിൾ സെൽ ക്രീച്ചറിൽ നിന്ന് ഇവോൾവ് ആയി വന്നേക്കുന്ന സാധനങ്ങളാണ്. ഈ കാണുന്നതെല്ലാം കോസ്മിക് ഡസ്റ്റ് തന്നെയാണ്. എൻ്റെ ശരീരം ഉണ്ടാക്കിയേക്കുന്ന ഇതെല്ലാം ഏതോ സ്റ്റാറിൽ നിന്ന് വന്നേക്കുന്നതാണ്. ഈ ഹൈഡ്രജൻ ഹീലിയവും സ്വന്തം ഗ്രാവിറ്റി കാരണം ഉള്ളിലേക്ക് ഇങ്ങനെ വന്ന് പ്രഷർ കൂടി ഫ്യൂസ് ചെയ്യുമ്പോഴാണ് അതൊരു സ്റ്റാർ എന്ന് പറയുന്നത്. സൺ പണ്ട് വെറും ഒരു ക്ലൗഡ് ഓഫ് ഹൈഡ്രജൻ ഹീലിയോ ആയിരുന്നു. അത് സ്വന്തം ഗ്രാവിറ്റി കാരണം ഉള്ളിലേക്ക് ഇങ്ങനെ വന്ന് അകത്തെ പ്രഷർ കൂടി ഹൈഡ്രജൻ ഫ്യൂസ് ചെയ്ത് കത്താൻ തുടങ്ങിയപ്പോഴാണ് അത് നമ്മൾ ഈ കാണുന്ന സണ്ണായത്. എന്തുകൊണ്ട് യൂണിവേഴ്സ് ഒരു ഓവൽ ഷേപ്പ് ആയിക്കൂടാ? എന്താ യൂണിവേഴ്സ് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുന്നു? ഭൂമി ഒരു ഇത്തിരി സണ്ണിനോട് ഒരു ഇത്തിരി ക്ലോസർ ആയിരുന്നെങ്കിൽ എന്തായാലും. അങ്ങനെയാണെങ്കിൽ നമ്മൾ മൊത്തത്തിൽ വേറെ രീതിയിൽ ഇവോൾവ് ചെയ്തതിനെ ക്രീച്ചർ ചിലപ്പോൾ നമ്മൾ പോലും ആയിരിക്കില്ല. ഇപ്പൊ ജി ഫോഴ്സിന്റെ ഒക്കെ വാല്യൂ ഭയങ്കരമായിട്ട് മാറുകയാണെങ്കിൽ പ്രോബ്ലി നമ്മൾ ഉണ്ടാവില്ല. ക്ലിയർലി ഭൂമിയിൽ മാത്രമല്ല എന്തായാലും ലൈഫ് ഉള്ളത്. ലൈഫ് ഇഷ്ടംപോലെ വേറെ സ്ഥലങ്ങളിൽ കാണും. ഇത്രയും ഒരു വാസ്റ്റ് സ്പേസിൽ സൺ പോലത്തെ വേറൊരു സ്റ്റാറും കാണും. ഭൂമിയിലെ അതേ കണ്ടീഷൻസ് ഉള്ള വേറെ എക്സോ പ്ലാനറ്റും ഉണ്ടായിരിക്കും. നമ്മൾ സ്പീഡ് ഓഫ് ലൈറ്റിൽ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്തപ്പോൾ നമ്മൾ ആരെയും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. ഇപ്പൊ ഞാനിങ്ങനെ തൊട്ടു, ശരിക്കും നമ്മളിപ്പോ തൊട്ടു, ഒന്നും തൊടുന്നില്ല. ഇപ്പൊ ഞാൻ ഈ മൈക്ക് പിടിക്കുകയാണെങ്കിൽ ഇതൊന്നും തൊടുന്നില്ല. ഈ ആറ്റംസ് തമ്മിൽ ഇടിക്കുന്നില്ല. അതൊന്നും പറ്റില്ല. ഭൂമിയുടെ ഒരു അവസാനം എല്ലാ സ്റ്റാർസും കത്തി അണങ്ങി പോകുമ്പോൾ എനർജി ഫുൾ ഇങ്ങനെ സ്കാറ്റർ ആകാൻ തുടങ്ങി. യൂണിവേഴ്സ് തണുത്ത് എല്ലായിടത്തും ഒരേ ടെമ്പറേച്ചർ ഒരേ എനർജിയോ. ആ ഒരു പോയിന്റിൽ പിന്നെ ഒന്നിനും സംഭവിക്കാൻ പറ്റില്ല. മനുഷ്യൻ ഒരുപാട് രീതിയിൽ എൻഡ് ചെയ്യാം. കുറെ ഫ്ലഡ്സ് വരും, നാച്ചുറൽ കലാമിറ്റീസ് വരും, ചൂട് കാരണം ആൾക്കാർ മരിക്കും, കോവിഡ് വന്ന പോലെ വേറെ ഏതെങ്കിലും ഒരു പാൻഡമിക് വരാം. അതിലും പക്ഷെ എനിക്ക് തോന്നുന്നില്ല എല്ലാവരും മരിക്കുന്നത്. മനുഷ്യൻ മരിക്കാൻ ദൈവം എന്നുള്ള കോൺസെപ്റ്റ് തുടക്കം എവിടെ നിന്നായിരിക്കാം? ഒരു പർട്ടിക്കുലർ പോയിന്റ് മുമ്പുള്ള ദൈവങ്ങളെല്ലാം പവറുമായിട്ട് അസോസിയേറ്റഡ് ആയിരുന്നു. മിന്നലിനൊരു ദൈവം, തീയിനൊരു ദൈവം, കൊടുങ്കാറ്റൊരു ദൈവം. കുറച്ച് പേര് കൂടിയിരുന്നിട്ട് അവർക്ക് നല്ല സുഖകരമായ കുറച്ച് റൂൾസ് എഴുതി വെച്ച പോലെയാണ്. ഹായ് ഗായ്സ്, വെൽക്കം ടു സോറ പ്രസൻസ് പിങ്ക്. സോ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുന്നേ സോറ എന്ന് പറയുന്നത് നമ്മുടെ ടൈറ്റിൽ സ്പോൺസറാണ്. സോ സോറ ഈസ് എ ഫീമെയിൽ ഗുഡ് വെൽനെസ് ബ്രാൻഡാണ്. ഒരുപാട് ഗുഡീസ് നിങ്ങൾക്കായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് അവരുടെ പ്രോഡക്ട്സിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ, ഷോപ്പ് ചെയ്യണമെങ്കിൽ അവരുടെ വെബ്സൈറ്റും അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാമും ചെക്ക് ചെയ്യുക. പിങ്കിൻ്റെ എല്ലാ എപ്പിസോഡും നിങ്ങൾ ഞങ്ങൾക്ക് ഭയങ്കര അധികം സപ്പോർട്ടും കാര്യങ്ങളും തന്നിട്ടുണ്ട്. പക്ഷെ അതിൽ തന്നെ നമുക്ക് ഫേവറേറ്റ് ആയ, നിങ്ങൾക്ക് കുറച്ചുകൂടി ഇഷ്ടമായ ഒരു എപ്പിസോഡായിരുന്നു പ്രൊഫസർ വൈശാഖൻ തമ്പിയുടെ. അതിൽ തന്നെ നമുക്ക് കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് നമുക്ക് പറഞ്ഞൊരു കാര്യമാണ്, ഒരാളെ വിളിക്കുകയെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നു. സോ നിങ്ങൾ ആഗ്രഹിച്ച, ഞങ്ങളും ആഗ്രഹിച്ച ആ ഒരു വ്യക്തിയാണ്, ആ ഒരു വ്യക്തിയുടെ എപ്പിസോഡാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങളിന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മളിന്ന് സംസാരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിനെ പറ്റിയിട്ട്, അതിൻ്റെ ബിഗിനിങ്, മേ ബി അതിൻ്റെ എൻഡ് എങ്ങനെയായിരിക്കും, പിന്നെ ഹ്യൂമൻ കൈൻഡ്, പിന്നെ മാത്തമാറ്റിക്സ്, ഇങ്ങനെ കുറച്ചൊരു ഏരിയ ആണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത്. സോ ഐ എം ഹാപ്പി ടു ഇൻട്രൊഡ്യൂസ് അനന്തരാമൻ ഫ്രം നിസ്സാരം. ഹായ്, ഹൗ ആർ യു? ഗുഡ്, ഐ ആം ഗുഡ്. സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപാട് പേര് നമുക്ക് ഇങ്ങനെ സജഷൻ പറഞ്ഞ് വിളിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവസാനം കൊണ്ടുവന്നിരിക്കുകയാണ്. സോ ഇന്നത്തെ എപ്പിസോഡിൽ ഒബ്വിയസ്ലി അനന്തരാമൻ്റെ ഏറ്റവും ഒരു ഫോർട്ടേ സബ്ജക്റ്റാണ് സയൻസ്, മാത്സ് എന്നൊക്കെ പറയുന്നത്. സോ എനിക്കത് ഫുൾ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിൽ ആദ്യത്തെ ചോദ്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ പൊതുവെ ആൾക്കാർ ചോദിക്കും, എന്തിനാണ് ഞങ്ങൾ ഇതൊക്കെ അറിഞ്ഞിട്ട് കാര്യം? ഒരു ഒരു കോമൺ മാനായ ഞാൻ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഈ പ്രപഞ്ചത്തെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നിലനിൽപ്പിനെ പറ്റിയിട്ടൊക്കെ അറിഞ്ഞിട്ട് ഞങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ ഇതിൽ എന്ത് ബാധിക്കാനാ? കുറച്ച് തല പുകയെന്നല്ലാതെ ഈ ഇൻഫർമേഷൻ കൊണ്ട് എന്താണ് യൂസ്? ശരിക്കും എന്താണ് യൂസ് ഫോർ എ കോമൺ മാൻ?
സോ ജനറലി ആൾക്കാർ അസ്യൂം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ യൂണിവേഴ്സിനെ പറ്റി പഠിക്കുന്ന എന്തോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ മേ ബി ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യും, അത് അപ്ലൈ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഓൾജിബ്ര അപ്ലൈ ചെയ്യും. അത് പറയുന്ന അത്ര ഇല്ല. വാട്ട് ഐ ഫെൽറ്റ് ഇസ് നമുക്ക് ഈ യൂണിവേഴ്സിനെ പറ്റി ഒരു ക്യൂറിയോസിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ജനറലി ഒരു ബെറ്റർ ഹ്യൂമൻ ആവും എന്ന് എനിക്ക് തോന്നുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനെ പറ്റിയാ ഡിസ്കസ് ചെയ്യും, നമ്മൾ ക്ലിയർ ആയിരിക്കണം. അപ്പം ഞാൻ യൂണിവേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നതും പൂജ യൂണിവേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സെയിം സാധനമാണോ എന്ന് ഫസ്റ്റ് ഓൾ നമ്മൾ ക്ലാരിഫൈ ചെയ്യണം. അങ്ങനെയുണ്ട്. അങ്ങനെയുണ്ട്. ഇപ്പം ഒരു ലാർജ് പോപ്പുലേഷൻ യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ഔട്ടർ സ്പേസിനെയാണ്, പ്ലാനറ്റ്സ്, ഗാലക്സീസ്, സ്റ്റാർസ്, ബ്ലാക്ക് ഹോൾസ്, വൈറ്റ് ഡ്വാർസ്, നെബുല. അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുന്നതിന് ഒരു ഗുണമുണ്ട്. ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിതിനെ ഓവർവ്യൂ എഫക്റ്റ് എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ യൂണിവേഴ്സിൻ്റെ വാസ്റ്റ്നെസ് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ യൂണിവേഴ്സ്, ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത് തന്നെ 9300 crore ലൈറ്റ് ഇയേഴ്സ് വൈഡാണ്. ആ ഒരു അത്രയും വലിയ നമ്പർ ഓഫ് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പോലും പറ്റില്ല. 9300 കോടി 9300 കോടി നമ്മൾ 9300 എന്ന് വിചാരിക്കുക, അതിനുശേഷം ഒരു കോടിയുണ്ട്. അത്രയും കോടി ലൈറ്റ് ഇയർ, അത് കിലോമീറ്ററിലാക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയും വലിയൊരു യൂണിവേഴ്സിലെ ഒരു ചെറിയൊരു അരിമണിയുടെ അത്രയും പോലും ഇല്ല നമ്മൾ. സോ ആ ഒരു പേഴ്സ്പെക്റ്റീവ് കിട്ടുമ്പോൾ, ആ ഒരു കോസ്മിക് പേഴ്സ്പെക്റ്റീവ്, അതിനെ നമ്മൾ ഓവർവ്യൂ എഫക്റ്റ് എന്ന് വിളിക്കും. അത് കിട്ടുമ്പം നമ്മൾ മനസ്സിലാക്കും നമ്മൾ ഈ ഭൂമിയിലിരുന്ന് ഈ ജാതി, മതം, പാർട്ടി, ജെൻഡർ, അത് ഇതെന്ന് പറഞ്ഞ് അനാവശ്യമായി ഈ തല്ലുണ്ടാക്കുന്നതൊക്കെ വെറുതെ ആണെന്നുള്ളൊരു ട്രൂ അണ്ടർസ്റ്റാൻഡിങ് വരും. നമ്മളിതൊക്കെ ഇത്രയും ചെറിയൊരു സാൻഗ്രെയിനിലെ കീടാണുക്കളുടെ അത്രയുള്ള നമ്മൾ കറന്ന് ഈ അടിയുണ്ടാക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് തോന്നിപ്പോവും. ആൻഡ് വേറെയും ഗുണമുണ്ട്. ഇപ്പം നമ്മൾ നമ്മുടെ യൂണിവേഴ്സിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ യൂണിവേഴ്സിനെ പറ്റി പഠിക്കുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് ഡെയിലി ലൈഫിനെ പറ്റി ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ലെറ്റ്സ് സേ നമ്മൾ മനസ്സിലാക്കുകയാണ് സ്റ്റാറിൽ നിന്ന് എന്തുകൊണ്ടാണ് ലൈറ്റ് വരുന്നത്. സ്റ്റാറിൽ നിന്നുണ്ടായ ലൈറ്റ് വരുന്നത് സ്റ്റാറിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കും. ന്യൂക്ലിയർ ഫ്യൂഷനിൽ നിന്ന് എനർജി സ്റ്റാറിൻ്റെ സർഫസിലോട്ട് പോകും. സ്റ്റാറിൻ്റെ സർഫസിൽ ഇലക്ട്രോൺസ് ഈ എനർജി കിട്ടുമ്പോൾ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇലക്ട്രോൺ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോണ് ചുറ്റുമുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകും. ഈ ഡിസ്റ്റർബൻസ് ആണ് നമ്മൾ ലൈറ്റ് എന്ന് പറഞ്ഞ് കാണുന്നത്. ഇതേ സാധനം എന്നാണ് ഈ ലൈറ്റിലും എല്ലാം സംഭവിക്കുന്നത്. നമ്മൾ കറണ്ട് ഓൺ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ്, ഒരു ബൾബിലാണെങ്കിൽ ഇലക്ട്രോൺസ് അതിൻ്റെ ഫിലമെൻറ്റിൽ കൂടെ പാസ് ചെയ്യും. ഇപ്പോൾ LED അല്ലെങ്കിൽ റെഗുലർ ബൾബാണെങ്കിൽ അതിൻ്റെ ഫിലമെൻറ്റിൽ കൂടെ പാസ് ചെയ്യും. അപ്പോൾ ആ ഫിലമെൻറ്റിലുള്ള ആറ്റംസിലെ ആറ്റംസ് കിടന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, അതിലെ ഇലക്ട്രോൺസ് കിടന്ന് വൈബ്രേറ്റ് ചെയ്യും. അത് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകും. അതാണ് നമ്മൾ ലൈറ്റായിട്ട് കാണുന്നത്. അതുപോലെ തന്നെയാണ് ഒരു മെഴുകുതിരി കത്തിക്കുമ്പോൾ സംഭവിക്കുന്നത്. സോ ഒരു സ്റ്റാറിൽ നടക്കുന്നതെന്ന് പഠിച്ചാൽ നമുക്ക് ഭൂമിയിൽ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ സൺ എർത്തിനെ പിടിച്ചു വെച്ചേക്കുന്ന സെയിം മെക്കാനിസം കൊണ്ടാണ് നമ്മൾ ഒരു ആപ്പിൾ താഴെ ഇട്ടാൽ താഴെ വീഴുന്നത്, അല്ലെങ്കിൽ ഭൂമി നമ്മളെ പിടിച്ചു വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ നമുക്ക് ആക്ച്വലി നമ്മൾ കാണുന്ന കാര്യങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാം. ഞാൻ പറഞ്ഞതല്ല യൂണിവേഴ്സ് ഒരു ഔട്ടർ സ്പേസ് എന്ന പെർസ്പെക്റ്റീവ് എന്നാണ്. പക്ഷെ അത് മാത്രമല്ല യൂണിവേഴ്സ്. ഇപ്പം നമ്മൾ ഞാൻ യൂണിവേഴ്സിൻ്റെ ഭാഗമാണ്, പൂജ യൂണിവേഴ്സിൻ്റെ ഭാഗമാണ്, നമ്മൾ ഈ കാണുന്നതെല്ലാം യൂണിവേഴ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് ആലോചിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. ലെറ്റ്സ് സേ ഇപ്പം ഞാനും പൂജയും ഒരു കാക്കയും ഒരു പൂച്ചയും ഒരു പശുവും എല്ലാം ഒരൊറ്റ സിംഗിൾ സെൽ ക്രീച്ചറിൽ നിന്ന് ഇവോൾവ് ആയി വന്നേക്കുന്ന സാധനങ്ങളാണ്. അപ്പം നമ്മുടെ എല്ലാ ആൻസിസ്റ്റർ എടുത്ത് പോയാൽ നമ്മളെല്ലാം ഒരൊറ്റ സെല്ലിൽ നിന്ന് ഇവോൾവ് ആയി വന്നേക്കുന്ന ക്രീച്ചേഴ്സാണ്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വരുമ്പം നമ്മൾ എല്ലാ ആനിമൽസിനോടും കുറച്ചുകൂടെ എമ്പത്തറ്റിക് ആവും. ഫോർ എക്സാമ്പിൾ നമുക്കൊരു സൂവിൽ പോകാൻ തോന്നില്ല. ഇപ്പോൾ ഒരു 50 രൂപ കൊടുത്തിട്ട് സൂവിൽ പോയിട്ട് ഒരു കുരങ്ങനെ ഒരു കൂട്ടിലിട്ടേക്കുന്നത് കണ്ടിട്ട് ആസ്വദിക്കാൻ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് ഡിസ്റ്റൻറ്റ് ബന്ധുക്കളാതല്ല, അവർ കിടന്ന് ഇങ്ങനെ നരകിക്കുന്ന കണ്ട് നമുക്ക് ചിരിച്ചുകൊണ്ടിരിക്കാൻ തോന്നില്ല. സോ ഞാൻ സംസാരിച്ച് എവിടെയോ, പക്ഷേ പോയിന്റ് ഇസ് ദാറ്റ് ഒരു ട്രൂ സെൻസ് ഓഫ് എമ്പത്തി നമുക്ക് തോന്നും എല്ലാത്തിൻ്റെ അടുത്തും. ആൻഡ് ആ എമ്പത്തി വരുന്ന ഒരു ദൈവഭയത്തിൽ നിന്നൊന്നുമല്ല. അയ്യോ എമ്പത്തറ്റിക് ആവില്ലെങ്കിൽ ദൈവം അങ്ങനെയല്ല, കംസ് ആസ് എ കോൺസിക്വൻസ് ഓഫ് ട്രൂലി അണ്ടർസ്റ്റാൻഡിങ് ദ യൂണിവേഴ്സ്. അപ്പോൾ ഒരു ട്രൂലി എമ്പത്തറ്റിക്കോ. അത് എനിക്ക് തോന്നുന്നു ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ യൂണിവേഴ്സിനെ പറ്റി പഠിക്കേണ്ടത്. ഒരു ബെറ്റർ ഹ്യൂമൻ ആവാൻ പറ്റും. ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു ഉത്തരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അല്ലായിരുന്നു. അതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ കുറച്ചുകൂടെ ബുദ്ധി വരും. അങ്ങനെ ഉണ്ട്, അത് ശരിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അല്ലാതെ തന്നെ ഒരു വൈസറും ഒരു നൈസറും എല്ലാം ഒരു ബെറ്റർ പേഴ്സൺ ആവാൻ പറ്റും. ഇപ്പം അനന്തരമ്മ നേരത്തെ ഒരു കാര്യം പറഞ്ഞുവല്ലോ, നമ്മളെല്ലാവരും ഈ ഒരു യൂണിവേഴ്സിന്റെ പാർട്ടാണ്. ബട്ട് ഒരു കോട്ടുണ്ട്, വി ആർ ഓൾ കോസ്മിക് ഡസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം. അപ്പം ഞാനിത് ലാസ്റ്റ് ചോദിക്കാൻ വേണ്ടി വെച്ചിരുന്നത്, പക്ഷെ ഇതിപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കാം, ആ ഒരു കോൺസെപ്റ്റ് എന്താ ശരിക്കും? സോ വി ആർ ഓൾ കോസ്മിക് ഡസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫാൻസി ഒരു പോയറ്റിക് തിങ് അല്ല, ഭയങ്കര ലിറ്ററല്ല. ആ പറയുന്നത് കറക്റ്റ്. ഇപ്പം
നമ്മുടെയൊക്കെ ബോഡി ഉണ്ടാക്കുന്നത് പ്രൈമറിലി കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ ഒക്കെയാണ് ഈ കാണുന്ന സാധനമല്ല. ഹൈഡ്രജൻ പ്യുവർ കോസ്മിക് ഡസ്റ്റാണ്. ഹൈഡ്രജൻ ഹീലിയവും ആകാശത്ത് ഔട്ടർ സ്പേസിൽ കാണാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഈ ഹൈഡ്രജൻ ഹീലിയവും സ്വന്തം ഗ്രാവിറ്റി കാരണം ഉള്ളിലേക്ക് ഇങ്ങനെ വന്ന് പ്രഷർ കൂടി ഗ്രാവിറ്റി അങ്ങനെയാണ്, ഒരു അട്രാക്റ്റീവ് ഫോഴ്സാണ്. അപ്പോൾ ഹൈഡ്രജൻ ഹീലിയം ഇങ്ങനെ അകത്തേക്ക് വന്ന് പ്രഷർ കൂടി ഉള്ളിലെ ഹൈഡ്രജനും ഹീലിയവും ഫ്യൂസ് ചെയ്യുമ്പോഴാണ് അതൊരു സ്റ്റാർ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ സണ്ണൊക്കെ. സൺ പണ്ട് വെറും ഒരു ക്ലൗഡ് ഓഫ് ഹൈഡ്രജൻ ഹീലിയം ആയിരുന്നു. അത് സ്വന്തം ഗ്രാവിറ്റി കാരണം ഉള്ളിലേക്ക് ഇങ്ങനെ വന്ന് അകത്തെ പ്രഷർ കൂടി ഹൈഡ്രജൻ ഫ്യൂസ് ചെയ്ത് കത്താൻ തുടങ്ങിയപ്പോഴാണ് അത് നമ്മൾ ഈ കാണുന്ന സണ്ണായെന്ന്. ഈ സണ്ണിലെ ഹൈഡ്രജൻ തീരുമ്പം ഈ സ്റ്റാർ വീണ്ടും ചുരുങ്ങും. അപ്പോൾ അതിലെ ഹീലിയം ഫ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഹീലിയം ഫ്യൂസ് ചെയ്ത് ഫർദർ ഹെവിയർ ആറ്റംസ് കിട്ടും. കാർബൺ കിട്ടും, പിന്നെ നമുക്ക് ഓക്സിജൻ കിട്ടും. പിന്നെ ഇപ്പം ഇത് ഇട്ടേക്കുന്ന ഗോൾഡ് ആണെങ്കിൽ ആ ഗോൾഡ് വരുന്നതും നമുക്ക് ഇതുപോലത്തെ സ്റ്റാർസിൽ നിന്ന് തന്നെയാണ്. സ്റ്റാർ എക്സ്പ്ലോഡ് ചെയ്യുമ്പോൾ ആ എക്സ്പ്ലോഷനിൽ ഉണ്ടാകുന്നതാണ് ഹെവിയർ എലമെന്റ്സ്. സോ ഈ കാണുന്നതെല്ലാം കോസ്മിക് ഡസ്റ്റ് തന്നെയാണ്. ഒന്നെങ്കിൽ ഹൈഡ്രജൻ ഹീലിയം. നക്ഷത്രങ്ങളാൽ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. 100%. ഈ എൻ്റെ ശരീരം ഉണ്ടാക്കിയേക്കുന്ന ഇതെല്ലാം ഏതോ സ്റ്റാറിൽ നിന്ന് വന്നേക്കുന്നതാണ്. വാവ്. ഇപ്പം ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ജനറൽ ആയിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് സയൻസ് സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സയൻസ് ഒരു വിശ്വാസം ഉണ്ടാവില്ല. സയൻസ് സംസാരിക്കുന്ന ഒരാൾക്ക് സ്പിരിച്വൽ എന്ന സെൻസിലേക്ക് ഒരു ദൈവവിശ്വാസം, അങ്ങനെ പറയാം. ഓക്കെ, വിശ്വാസികൾ, ബിലീവേഴ്സ്, അതൊക്കെ. അപ്പോൾ അതൊരു ഒരു ഒരുമിച്ച് വരില്ല. ഈ പറഞ്ഞ പോലെ ഒരു ഗോഡിനെ വിശ്വസിക്കുന്ന ആളും സയൻസിനെ വിശ്വസിക്കുന്ന ആൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിശ്വാസം ഉണ്ടാവില്ല. ഇല്ല, ഞാൻ സയൻസിന് എനിക്ക് വിശ്വാസമില്ലല്ലോ, എനിക്ക് ദൈവത്തിൻ്റെ വിശ്വാസം. സയൻസ് വിശ്വസിക്കുന്ന ദൈവം എവിടെ? ശരിക്കും ഇതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിശ്വാസം ഇല്ലാത്ത? ഇല്ല, സ്പിരിച്വാലിറ്റി മാറ്റി വയ്ക്കാം. നമുക്ക് ഫസ്റ്റ് ഗോഡും സയൻസിനെയും പറ്റിയുള്ള രണ്ട്, സ്പിരിച്വാലിറ്റി ഒരു വേറൊരു ഡൊമൈൻ ആണല്ലോ, എല്ലാം കൂടെ മിക്സ് ചെയ്ത കൺഫ്യൂഷൻ ആണ് നമുക്ക്. സോ അങ്ങനെയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് കുറേ സയൻസിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുറേ പേർക്കില്ല, കുറച്ച് പേർക്കുണ്ട്. പക്ഷേ അഗൈൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പൂജ. ദൈവം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ദൈവം പൂജയ്ക്ക് ജസ്റ്റ് ഒരു ക്രിയേറ്റർ ആണോ? അങ്ങനെയാണോ പൂജ ഉദ്ദേശിക്കുന്നത്? ഇതെല്ലാം ഉണ്ടാക്കിയ ഒരാൾ, അതോ ഇതെല്ലാം ഉണ്ടാക്കി പക്ഷെ മനുഷ്യന്മാരിൽ എന്തോ ഒരു താല്പര്യമുണ്ട്, അങ്ങനത്തെ ആളെയാണോ ഉദ്ദേശിക്കുന്നത്? മെജോറിറ്റി പറയുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരാൾ കൺട്രോൾ ചെയ്യുന്നത് മേലെ നിന്നായിരിക്കും. അയാളുടെ ഡിസിഷനും അയാളുടെ ഒരു വില്ലിലായിരിക്കും മേ ബി നമ്മൾ പോകുന്നുണ്ടാവും. ഓക്കെ, സോ നമുക്ക് രണ്ടും പറയാം. ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് അസ്യൂം ചെയ്യാൻ ദൈവം വെറും ഒരു ക്രിയേറ്റർ ആണ്. എല്ലാം ഉണ്ടാക്കിയിട്ടിട്ട് ദൈവം വേറെ എന്തോ ചെയ്യുന്നു, പിന്നെ ദൈവത്തിന് റോളില്ല. അങ്ങനെയാണെങ്കിൽ സയൻസിന് അധികം ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഫിസിക്സിന് ഒരുപാട് കാര്യങ്ങൾ പറയാം, റിലേറ്റിവിറ്റി പറയാം, ക്വാണ്ടം മെക്കാനിക്സ് പറയാം, ലൈറ്റിൻ്റെ സ്പീഡിനെ പറ്റി പറയാം, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിനെ പറ്റി പറയാം, ഹിഗ്സ് ഫീൽഡിനെ പറ്റി പറയാം. എല്ലാം കഴിയുമ്പോൾ പറഞ്ഞാൽ മതി ഇതെല്ലാം ദൈവം ഉണ്ടാക്കിയതാണ്. അപ്പം ഫിസിക്സിന് പിന്നെ ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ വേണമെങ്കിൽ എവല്യൂഷനും പറയാം. എവല്യൂഷൻ ഇങ്ങനെ പറയുന്നു, DNA മ്യൂട്ടേഷൻ സംഭവിക്കുമ്പം അതിൽ ചേഞ്ചസ് ഉണ്ടാവും, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് കുറേ. ഒരാൾക്ക് വന്നിട്ട് പറയും ഇത് ദൈവം തുടങ്ങിയതാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ആ സൈഡിലോട്ട് ഞാൻ പോകുന്നില്ല. ദൈവം നിങ്ങൾക്ക് വെറും ഒരു ക്രിയേറ്റർ ആണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് ട്രൂ, ബട്ട് പ്രോബബിൾ മേ ബി ഇതെല്ലാം ഒരാൾ ഉണ്ടാക്കിയായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ രണ്ടാമത്തെ സിറ്റുവേഷൻ ഡിഫറൻ്റ് ആണ്. നമ്മൾ പറയുന്നത് ദൈവം ഉണ്ടാക്കി, ദൈവത്തിന് മനുഷ്യന്മാരിൽ എന്തോ താല്പര്യമുണ്ട്, പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുന്നത്. അതിനെ നമുക്ക് സയൻസ് ഇട്ട് ഒരുപാട് രീതിയിൽ ഡിസ്പ്രൂവ് ചെയ്യാം. ഇപ്പോൾ ഫിസിക്സ് ഇട്ടാണെങ്കിൽ ഞാൻ പറയാം, ദൈവത്തിന് മനുഷ്യന്മാരെ ഇത്രയും താല്പര്യമാണെങ്കിൽ ദൈവം എന്തിനാ ഇത്രയും വലിയൊരു യൂണിവേഴ്സ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്? ഒരു 500 കോടി ലൈറ്റ് ഇയർ അകലെ ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ട്, 300 കോടി ലൈറ്റ് ഇയർ അകലെ ഒരു ന്യൂട്രോൺ സ്റ്റാർ ഉണ്ട്, ഒരു 100 ലൈറ്റ് ഇയർ അകലെ വേറൊരു ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഒരു സോളാർ സിസ്റ്റം ഉണ്ടാക്കിയിട്ടിട്ട് പോയാൽ പോരെ. ഇതൊക്കെ എന്തിനാ ഉണ്ടാക്കുന്നത്? ഒരു സെൻസ് ഉണ്ട്. ഹ്യൂമൻസിൽ ഇൻട്രസ്റ്റ് ഉള്ളൊരു ദൈവം അവിടെ ഞാൻ ചുമ്മാ ബോറടിക്കുന്ന ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ടാക്കി, അത് അത്ര സെൻസ് ഉണ്ടാക്കുന്നില്ലല്ലോ അങ്ങനെ ചെയ്യുന്നത്. സിമിലർലി ഹിസ്റ്ററി വെച്ച് നമുക്ക് പറയാം. ഇപ്പോൾ മോഡേൺ ഹ്യൂമൻസ് ഉണ്ടായിട്ട് ഒരു 2.5 ലക്ഷം വർഷമായിട്ടുള്ള മോഡേൺ ഹ്യൂമൻസ്, നമ്മൾ ഹോമോസേപ്പിയൻസ് ഒരു 2.5 ലക്ഷം വർഷമായിട്ടുണ്ടായിട്ടുള്ളൂ. നമ്മളൊരു ആന എടുക്കുകയാണെങ്കിൽ ആനയുടെ സ്പീഷീസ് 25 ലക്ഷം വർഷമായിട്ടുണ്ട്. പല റെപ്റ്റൈൽസും കോടിക്കണക്കിന് വർഷമായിട്ടുണ്ട്. ഡൈനോസോർസ് ഒരുപാട് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ട്. ദൈവത്തിന് മനുഷ്യനെ ഉണ്ടാക്കാൻ ഇത്രയും താല്പര്യമുണ്ടെങ്കിൽ ഈ ലാസ്റ്റ് മൊമെന്റ് വന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ട് ദൈവത്തിനെ ആദ്യം അങ്ങ് മനുഷ്യനെ ഉണ്ടാക്കിയാൽ പോരെ. ഇത് കുറേ വർഷം ബാക്ടീരിയ മാത്രം, പിന്നെ കുറേ മീന്, പിന്നെ റെപ്റ്റൈൽ, ഇതിനെയൊക്കെ കുറേ വർഷം വെറുതെ ഉണ്ടാക്കിയിടേണ്ട ആവശ്യമുണ്ടോ? ഇനി അതല്ല, ഒരുപാട് എക്സാമ്പിൾ എവല്യൂഷൻ എടുക്കാം. സോ ചിലപ്പോൾ ആൾക്കാർ പറയും ദൈവം നീ എന്താടാ ഈ പറയുന്ന എവല്യൂഷന്, ഇത് നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തന്നൊരു പരിപാടിയാണ് എവല്യൂഷൻ. അങ്ങനെ പറയരുത്. അത് നിങ്ങളുടെ ദൈവത്തിനെ കളിയാക്കുന്നതിന് തുല്യം. എവല്യൂഷനാണ് ഈ ഭൂമിയിലെ തന്നെ ഏറ്റവും ക്രൂരമായ ഒരു പ്രോസസ്സ്. എവല്യൂഷൻ പറയുന്നത് ഈ ഭൂമിയിൽ ഇത്ര റിസോഴ്സസ് ഉള്ളൂ, എല്ലാം കൂടെ അടിയുണ്ടാക്കിക്കോ, സർവൈവ് ചെയ്ത് കുട്ടി ഉണ്ടാക്കട്ടെ, അല്ലാത്തവൻ മരിച്ചു പോട്ടെ.
ഇതാണോ ദൈവത്തിൻ്റെ പ്രിൻസിപ്പിൾ? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദൈവം ഒരു ഭയങ്കര ക്രൂരനായ ഒരാളല്ലേ. എല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാവരും കൂടെ അടിയുണ്ടാക്കുക, ജീവിക്കുന്നവൻ ജീവിക്കട്ടെ. ഇത് ശരിയല്ലല്ലോ. അപ്പം അങ്ങനെ എനിക്കും വെറും ഒരു ക്രിയേറ്റർ എന്നുള്ള ഐഡിയയിൽ എനിക്ക് അറിഞ്ഞൂടാ. ഇംപ്രോബബിൾ, പക്ഷെ മേ ബി ചിലപ്പം എൻ്റെ അറിവില്ലായ്മയായിരിക്കും, ഒരാൾ ഉണ്ടാക്കിയതായിരിക്കും. പക്ഷെ ആ ഉണ്ടാക്കിയ ആൾ മനുഷ്യന്മാരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാളുടെ മനുഷ്യൻ ചെയ്യുന്ന ശരിയും തെറ്റുമൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നത് വെറും നമ്മുടെ ഇമാജിനേഷനിൽ നിന്ന് വരുന്നതാണെന്നാണ് എൻ്റെ പേഴ്സണൽ ബിലീഫ്. ഇപ്പൊ അനന്തരാമനെ ഏറ്റവും കൂടുതൽ ഇപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റിൽ ഏതാന്ന് ചോദിച്ചപ്പോൾ മാത്തമാറ്റിക്സ് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പം ഈ പല കാര്യങ്ങളും നമ്മുടെ ഈ ലോകത്ത് മാത്സിലൂടെ ഭയങ്കര അധികം ഗുണമുള്ള, അല്ലെങ്കിൽ ഇത് നമുക്ക് പോലും അറിഞ്ഞുകൂടാ ഇതിനൊരു പിന്നിലൊരു മാത്സ് ഉണ്ട്, ഇതിന് പിന്നിലൊരു മാത്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫിസിക്സ് ഉണ്ട് എന്നുള്ളത്. ഇപ്പം നമ്മൾ ആര്യഭട്ട ഇപ്പോൾ സീറോ കണ്ടുപിടിച്ചതിൽ പോലും എത്രത്തോളം ഇമ്പോർട്ടൻസ് ഒരു സീറോനുണ്ടെന്ന് പോലും ഇപ്പം ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ. സോ ആ ഒരു ഫാസിനേറ്റിംഗ് പോയിന്റ് എന്ന് ചോദിക്കാം, ഈ സീറോ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്? സീറോ എന്ന് പറയുന്നത് സീറോനെ രണ്ട് രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സീറോനെ ഒരു ബാലൻസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം, അല്ലെങ്കിൽ സീറോനെ നമുക്കൊരു ഒന്നുമില്ലായ്മയായിട്ട് കാണാം. ഇപ്പം എൻ്റെ തലയിൽ ഞാൻ ഈ കൈ വെച്ച് പുഷ് ചെയ്തു, ഈ കൈ വെച്ചും പുഷ് ചെയ്തു, ഇപ്പം എൻ്റെ തല നീങ്ങുന്നില്ല, കാരണം നെറ്റ് ഫോഴ്സ് സീറോ. ഞാൻ ഇപ്പുറത്തു നിന്നൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഇപ്പുറത്തു നിന്നൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷേ എൻ്റെ തല സ്റ്റേബിളാണ്, നീങ്ങുന്നില്ല, ബിക്കോസ് നെറ്റ് ഫോഴ്സ് സീറോ. അപ്പം ഒരു സീറോൻ്റെ ഒരു സ്റ്റെബിലിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് പല സ്ഥലങ്ങളും വന്ന് ബാലൻസ് ചെയ്യുന്നത് സീറോയിലോട്ടാണ്, സ്റ്റെബിലിറ്റി. അതെ, അങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ. അല്ലെങ്കിൽ ദ പ്രോപ്പർ വേസ് ടു അണ്ടർസ്റ്റാൻഡ് സീറോ ആസ് നത്തിങ്, ഒന്നുമില്ലായ്മ. ആൻഡ് സത്യം പറയാൻ നമ്മുടെ യൂണിവേഴ്സ് തന്നെ ഒരു സീറോ ആണ്. ഇപ്പം നമ്മൾ ഔട്ടർ സ്പേസിലോട്ട് പോയാൽ നമ്മൾ ഒരു വാസ്റ്റ് എക്സ്പാൻസ്, ജസ്റ്റ് ഒന്നുമില്ലായ്മ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ രണ്ടുപേരുടെ ഇടയിൽ ഒന്നുമില്ലായ്മ അല്ല, ഇവിടെ കുറേ നൈട്രജൻ മോളിക്യൂൾസും ഓക്സിജൻ മോളിക്യൂൾസും ഒക്കെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഔട്ടർ സ്പേസിലോട്ട് പോയാൽ വാസ്റ്റ് എക്സ്പാൻസസിൽ ചിലപ്പോൾ ഒരു ആറ്റം ഒക്കെ ആയിരിക്കും, ബാക്കിയെല്ലാം ഒന്നുമില്ലായ്മ. അപ്പം നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഇൻ സം സെൻസ് മോസ്റ്റ്ലി സീറോ ആണ്. ഇപ്പം എൻ്റെ ശരീരത്തിലുള്ള ആറ്റംസ് എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും. അതിന് സിമ്പിൾ മോഡൽ പറയുകയാണെങ്കിൽ അതിന് ചുറ്റും ഒരു ഇലക്ട്രോൺ ഓർബിറ്റ് ചെയ്യുന്നത്, നല്ല റിയൽ മോഡൽ, പക്ഷേ സിമ്പിൾ അണ്ടർസ്റ്റാൻഡിങ് പറയാം. പക്ഷേ ഈ ഇലക്ട്രോൺ ഇവിടെയും ന്യൂക്ലിയസ് ഇവിടെയും അല്ല, ന്യൂക്ലിയസ് ഇവിടെയാണെങ്കിൽ ഇലക്ട്രോൺ ഈ മുറിയുടെ പുറത്താണ്, അത്രയും ഇത് എംറ്റിയാണ്. അപ്പം സീറോ എന്ന് പറയുന്നത് മോസ്റ്റ്ലി നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് എംറ്റിനെസ് ആണ്, അതിൻ്റെ ഒരു റിഫ്ലക്ഷനും കൂടെയാണ് സീറോ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ സാധാരണ ഒരു മനുഷ്യന് ഇപ്പം യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചം എന്നൊക്കെ പറയുന്നത് കുറേ ഗ്രഹങ്ങൾ അല്ലെങ്കിൽ സ്റ്റാർസ് അല്ലെങ്കിൽ ആസ്ട്രോയിഡ്സ് ഇതെല്ലാം നിറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ളതാണ് നമുക്ക് ബേസിക് ഒരു നോളജ്. പക്ഷേ ഇപ്പം അനന്തരാമൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഡിഫൈൻ യൂണിവേഴ്സ് ഇതല്ലാതെ ഒരു പെർസ്പെക്റ്റീവ് യൂണിവേഴ്സ് ഇപ്പം നമ്മൾ കാണുന്ന എന്തായിരിക്കും? അല്ലെങ്കിൽ ഇപ്പം ഈ സീറോൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ജനറലി നമ്മുടെ ഒരു കോമൺ മിസ്കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനും ചെറുതായിരിക്കും വിചാരിച്ചത് നമ്മൾ സ്പേസിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു പ്ലാനറ്റ് കാണാം, ഇവിടെ കുറച്ച് സ്റ്റാർസ് ഉണ്ട്, ഇവിടെ ഗാലക്സീസ് ഉണ്ട്, കോമറ്റ്സ്, ആസ്ട്രോ. പക്ഷെ അങ്ങനല്ല, ഇത് മോസ്റ്റ്ലി ഭയങ്കര എംറ്റി. യൂണിവേഴ്സിൻ്റെ 99.9999% ജസ്റ്റ് എംറ്റിനെസ്സാണ്, ഒന്നുമില്ല, വാക്യൂമാണ്. ബാക്കി 0.00001% നമ്മൾ ഈ പറയുന്ന എല്ലാം ബ്ലാക്ക് ഹോൾ, ആസ്ട്രോയിഡ്, കോമറ്റ്, മീറ്റർ, അത്രേ ഉള്ളൂ. 2 സ്റ്റാർസ് തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 5 ലൈറ്റ് ഇയർ. എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർ ഒരു മണൽത്തരിയാന്ന് വിചാരിച്ചോ, എൻ്റെ കയ്യിൽ ഒരു സ്റ്റാർ ഉണ്ടെങ്കിൽ, ഒരു മണൽത്തരി ഉണ്ടെങ്കിൽ, അടുത്ത സ്റ്റാർ കാണണമെങ്കിൽ എടപ്പള്ളി വരെ പോകണം, അത്രയും ഡിസ്റ്റൻസ് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. ആൻഡ് ലൈക്ക് ചില സ്ഥലത്ത് അതിന് ഔട്ടർ സ്പേസ് 1 മീറ്റർ ക്യൂബിൽ 1 ഹൈഡ്രജൻ ആറ്റം ഒക്കെ ഉള്ളു. അപ്പം പ്യുവർ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വാക്യൂമാണ്. അതിലൊരു ഭയങ്കര ബാക്കി വാക്യൂം അല്ലാത്ത കുറച്ച് സാധനങ്ങളെ പറ്റിയാണ് നമ്മൾ ഇത്രയും സംസാരിക്കുന്നത്. അതായത് ഒരു പ്ലെയിൻ ബോർഡിൽ എവിടെയോ ഒരു 1-2 ഡോട്ട് ഇട്ട് വെച്ചിട്ട് ആ ഡോട്ടിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ബാക്കി ആ ബോർഡും കൂടെ ഈ യൂണിവേഴ്സിന്റെ ഭാഗമാണ്. ഇപ്പം ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് സ്പേസ് ആണ് എന്ന് കേട്ടിട്ടുണ്ട്. ഐ തിങ്ക് സോ. അപ്പം ഇപ്പം നമ്മളൊരു പാരലായിട്ട് ഒരാളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനൊരു അറ്റുണ്ടാവില്ല, അതിങ്ങനെ നടന്നു പോകും. അപ്പം ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് യൂണിവേഴ്സ് ഒരു ഓവൽ ഷേപ്പ് ആയിക്കൂടാ? ഈ ഫ്ലാറ്റ് ആവുന്നതിന് റീസൺ ഉണ്ടാവുമല്ലോ. എന്താ യൂണിവേഴ്സ് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുന്നത്? ഇതിന് ഒരുപാട് ലെവൽസിൽ നമുക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം നമ്മുടെ യൂണിവേഴ്സ് ഫ്ലാറ്റ് ആയിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇൻഫ്ലേഷനിലോട്ടൊക്കെ പോകണം. അത് അത്രയും വേണ്ട. സിമ്പിൾ രീതി പറയുകയാണെങ്കിൽ നമ്മൾ ഐൻസ്റ്റൈൻ്റെ തിയറി എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉള്ളൂ. അത് വെച്ച് ഞാൻ പറയുന്നത് പറഞ്ഞാൽ
സ്പേസ് ഫ്ലാറ്റ് ആണോ കേർവ്ഡ് ആണോ എന്ന് തീരുമാനിക്കുന്ന ലാർജ്ലി മാറ്റർ ഡെൻസിറ്റി, എനർജി ഡെൻസിറ്റി ഒക്കെയാണ്. അപ്പം നമ്മുടെ യൂണിവേഴ്സിലെ ആവറേജ് മാറ്റർ ഡെൻസിറ്റി ഇൻക്ലൂഡിങ് മാറ്റർ ആൻഡ് ഡാർക്ക് എനർജി ഇങ്ങനെ സാധനങ്ങളും കൂടെ എനിക്ക് തോന്നുന്നു 5 to 6 ഹൈഡ്രജൻ ആറ്റംസ് പെർ മീറ്റർ ക്യൂബ്, വിച്ച് ഇസ് ദ എക്സാക്ട് എമൗണ്ട് റിക്വയർഡ് ടു മേക്ക് സ്പേസ് ഫ്ലാറ്റ്. അപ്പം നമ്മുടെ സ്പേസ് എന്തുകൊണ്ടോ ഫ്ലാറ്റ് ആണ്. സിമ്പിൾ ഐഡിയ ഇസ് ടു സേ ദാറ്റ് ദൈവം ഫ്ലാറ്റ് ആക്കിയതാണ്. വിശ്വസിക്കേണ്ട എനിക്ക് പ്രശ്നമൊന്നുമില്ല. ദാറ്റ് ഈസ് വൺ വേ ടു ടോക്ക് അബൌട്ട് ഇറ്റ്. അല്ല, ഞാനങ്ങനെ കളിയാക്കാൻ വേണ്ടി പറയുന്നതല്ല, അതൊരു സിമ്പിൾ വേ ആണ്. അങ്ങനെ ഒരു ക്രിയേറ്റർ അതിനെ ഫ്ലാറ്റ് ആക്കി എന്ന് വിശ്വസിക്കുന്ന അത് ഒരു രീതി. അനദർ വേ ടു തിങ്ക് ഇസ് ദാറ്റ് സ്പേസ് എപ്പോഴും ഫ്ലാറ്റ് ആയിരിക്കണമെന്നില്ല. ദർ ഇസ് എ മൾട്ടിവേഴ്സ്. ചില യൂണിവേഴ്സസ് ഫ്ലാറ്റ് ആയിരിക്കില്ല, ഓവൽ ആയിരിക്കും, ചിലപ്പോൾ ഹൈപ്പർബോളിക് ആയിരിക്കും. നമ്മുടേത് ഫ്ലാറ്റ് ആണ്. അനദർ റീസൺ വേ ഇസ് ദാറ്റ് ഓക്കെ ഫ്ലാറ്റ് ആണ് ഫോർ സം റീസൺ, ഫോർ സം ഡീപ്പർ റീസൺ ദാറ്റ് വി ഡോണ്ട് നോ അബൌട്ട്. അപ്പം പിന്നെ പൂജ ചോദിച്ചല്ലോ, യൂണിവേഴ്സ് ഫ്ലാറ്റ് ആണെങ്കിൽ ആണ് ഇൻഫിനിറ്റ് ആവാം. മേ ബി നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നാൽ പൊയ്ക്കൊണ്ടേ ഇരിക്കാം, നമുക്ക് അറിഞ്ഞൂടാ. മേ ബി ഇൻഫിനിറ്റ് ആയിരിക്കും, മേ ബി ഇൻഫിനിറ്റ് ആയിരിക്കില്ല. ഓവലും ആവാം, ഓവലാവുന്നതിന് ഒരു പ്രശ്നമില്ല. നമുക്ക് ചെറിയ ഡിസ്റ്റൻസസ് അത് മനസ്സിലാവില്ല. ഇങ്ങനെ കാലവും സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം കറങ്ങി തിരിഞ്ഞ് തുടങ്ങിയെടുത്ത് തന്നെ എത്തും. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ മൾട്ടിവേഴ്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ഷേപ്സിലുള്ള യൂണിവേഴ്സ് പ്രോബ്ലി കാണും നമ്മുടെ ഫ്ലാറ്റ് ആയതായിരിക്കും. അല്ലെങ്കിൽ അതിന് എന്തൊക്കെയോ ഡീപ്പർ റീസൺസ് ഉണ്ട്. എനിക്ക് ഈ ഇപ്പം പറഞ്ഞല്ലോ, ഇപ്പം സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വൈറ്റ് ബോർഡ് ആണെങ്കിൽ അതിൻ്റെ ഒരു അറ്റത്ത് ഇതാണെന്നുള്ളത്. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് ഒരു 95% ഡാർക്ക് എനർജിയാണ് നമ്മുടെ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈ സ്പേസിനുള്ളത് എന്നുള്ളത്. അപ്പോൾ കാരണം ഇപ്പം ഇപ്പം ഞാൻ ഒരു എനർജി എന്ന് പറയുന്നത് എന്തിനേത് ഉള്ളിൽ നിന്നും ഉണ്ടാവണം എനർജി. ഒരു ഡാർക്കായ ഒരു സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് എനർജി ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു ഡാർക്ക് എനർജി എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഞാൻ ആലോചിച്ചെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ സ്പേസ് നമുക്ക് മേ ബി വിസിബിൾ ആയിട്ടുള്ള ഒരു സംഭവം ഇത്ര. പക്ഷേ ഈ കാൽക്കുലേഷൻസ് വെച്ചിട്ട് ഇതിന് ഇത്ര പെർസെൻറ്റേജ് ഡാർക്ക് എനർജിയാണ്, ഇതൊരു മാത്സ് വെച്ചിട്ടാണല്ലോ ഈ കാൽക്കുലേഷൻ വരുന്നത്. സോ ഇത് വാലിഡ് ആവണത് എങ്ങനെയാണ്? ഇതിപ്പം ആൾക്കാർ ഊഹം കൊണ്ടാണ് ഇത് പറഞ്ഞേണേന്ന് പറഞ്ഞൂടെ ശരിക്ക്? സോ ഒരുപാട് നമുക്കൊരിക്കലും തോൽപ്പിക്കാൻ കഴിയാത്തൊരു സാധനമാണ് മാത്സ് എന്ന് പറയുന്നത്. സോ മാത്സ് നമ്മുടെ റിയാലിറ്റി, നമ്മുടെ ഒബ്സർവേഷൻസ് ഒന്നും കെയർ ചെയ്യുന്നില്ല. സോ മാത്സിലൊരു കാര്യം പോസിബിൾ ആണെന്ന് പറയുകയാണ്, അല്ലെങ്കിൽ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് ലൈക്ലി ദാറ്റ് ഇറ്റ് വിൽ ബി ദെയർ. ഫോർ എക്സാമ്പിൾ, നമുക്ക് ആദ്യം ഞാൻ ബ്ലാക്ക് ഹോൾസിനെ പറ്റി പറയാം ഇതിലേക്ക് വരുന്നത്. ഇപ്പം ബ്ലാക്ക് ഹോൾസ് ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല, കാരണം ബ്ലാക്ക് ഹോളിൽ നിന്ന് ലൈറ്റിന് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെയാണ് നമ്മൾ, എനിക്ക് തോന്നുന്നത്, എന്തൊക്കെയോ ഗ്രാവിറ്റേഷണൽ വേവ്സ് ഒക്കെ യൂസ് ചെയ്ത് കൊളൈഡിങ് ബ്ലാക്ക് ഹോൾസ് എന്നൊക്കെ മനസ്സിലാക്കിയുണ്ട്. ആദ്യം നമ്മൾ പ്യുവർലി തിയററ്റിക്കലിയാണ് ഈ ബ്ലാക്ക് ഹോൾസിൻ്റെ എക്സിസ്റ്റൻസ് കണ്ടുപിടിച്ചത്. ഒരു സ്റ്റാറിന് ഇത്രയും കൂടുതൽ സൈസ് ആണെങ്കിൽ അത് ഗ്രാവിറ്റി കാരണം ഇംപ്ലോഡ് ചെയ്ത് ഒരു സിംഗിൾ പോയിന്റിലേക്ക് വരണമല്ലോ എന്നൊക്കെ മനസ്സിലാക്കിയത്. ആൻഡ് ആദ്യത്തെ കുറേ വർഷം ആൾക്കാർ അഗ്രി ചെയ്യല്ലോ ഇതൊക്കെ ചുമ്മാ തിയറിയാണെന്ന്. പക്ഷേ ഇവൻച്വലി പ്രൂവ് ആണ് ഈ ബ്ലാക്ക് ഹോളിൽ നിന്ന്. അല്ലെങ്കിൽ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ നെപ്റ്റ്യൂൺ പ്ലാനറ്റ് ഉണ്ടല്ലോ. നെപ്റ്റ്യൂൺ നമുക്ക് അന്ന് 1700s 1800s എന്തോ നേരിട്ട് കണ്ടുപിടിക്കാനുള്ള സംവിധാനമില്ല. പക്ഷേ ഇവർ യുറാനസിൻ്റെ ഓർബിറ്റ് നോക്കിയപ്പോൾ ആ ഓർബിറ്റിൽ എന്തൊക്കെയോ ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ട്. അത് പ്രോബബ്ലി യുറാനസിനെ വേറെ ഏതോ പ്ലാനറ്റ് ബാക്കിൽ നിന്ന് അതിൻ്റെ ഗ്രാവിറ്റിയുടെ എഫക്റ്റ് കാരണമായിരിക്കണമെന്ന് വിചാരിച്ച് അവർ മാത്തമാറ്റിക്കലി കണ്ടുപിടിച്ച് ഒരു സ്ഥലത്തോട്ട് പോയിന്റ് ചെയ്തപ്പോൾ അവിടെ ഒരു പ്ലാനറ്റ് ഉണ്ട്. പക്ഷേ ഈ ഇക്വേഷൻസ് ഒക്കെ ഇതൊക്കെ എങ്ങനെയാണ്? ഞാൻ അതല്ലെങ്കിൽ ഇതൊരു ഇന്ന സാധനം കണ്ടുപിടിക്കുക, ഇന്ന ഇക്വേഷൻ, അങ്ങനെയൊക്കെ അതെങ്ങനെ മനസ്സിലാവണം? സോ ഇപ്പം ഇതാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം ഈ ഡാർക്ക് മാറ്റർ ഡാർക്ക് എനർജീൻ്റെ പരിപാടി. സോ നമ്മുടെ യൂണിവേഴ്സിൽ നമുക്ക് ഈ അറിയാവുന്ന എല്ലാ സാധനങ്ങളും, നമ്മളെല്ലാം പ്ലാനറ്റ്സ്, ആസ്ട്രോയിഡ്സ്, കോമറ്റ്സ്, മീറ്റിയോർസ്, നെബുല, ക്വേസർസ്, പൾസേഴ്സ് എല്ലാം കൂടെ പറയുന്ന യൂണിവേഴ്സിൻ്റെ 5%. ബാക്കി 27% ഡാർക്ക് മാറ്ററും 68% ഡാർക്ക് എനർജിയാണ്. അതായത് യൂണിവേഴ്സ് നമുക്കൊരു 100 നിലയിലുള്ളൊരു ബിൽഡിംഗ് ആണെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ആദ്യത്തെ 5 നിലയാണ് നമ്മൾ ഈ പറയുന്നതല്ല. ബാക്കി 95 നിലയും നമുക്ക് അറിഞ്ഞൂടാ. സോ ഇത് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. കുറച്ച് ലോങ്ങ വിഷയം പറയാം. സോ ഡാർക്ക് മാറ്ററിനെ പറ്റി ആദ്യം പറയാം. നമ്മൾ ഈ ഗാലക്സീസ് എന്ന് പറയുന്ന ഒരു ഹ്യൂജ് ക്ലസ്റ്റർ ഓഫ് സ്റ്റാർസ് ആണല്ലോ. നമ്മൾ താമസിക്കുന്ന മിൽക്കി വേ ഗാലക്സിയിലാണ് ഒരു ഗാലക്സീസ് ഉണ്ട്. ഗാലക്സീസിന് ജനറലി ഒരു സ്പിൻ ഉണ്ടായിരിക്കും. ഗാലക്സീസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പം നമ്മളൊരു മെറിഗോ റൗണ്ട് ഉണ്ടെങ്കിൽ ആ മെറിഗോ റൗണ്ടിൻ്റെ അറ്റത്ത് ഇങ്ങനെ ബോൾസ് വെച്ചിട്ട് ആ മെറിഗോ റൗണ്ട് കറക്കിയാൽ ഈ ബോൾസ് എല്ലാം തെറിച്ചങ്ങ് പോകും. അതുപോലെ ഈ ഗാലക്സി സ്പിന്നിയാണെങ്കിൽ ഈ സ്റ്റാർസ് എല്ലാം തെറിച്ച് പോകേണ്ടത്. സ്റ്റാർസ് തെറിച്ച് പോകാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാർസ് ആർ ഹെൽഡ് ഇൻ പ്ലേസ് ബൈ ദ അതർ സ്റ്റാർസ് ഇൻ ദ ഗാലക്സി. മറ്റേ സ്റ്റാർസിൻ്റെ ഗ്രാവിറ്റി കാരണം ഈ സ്റ്റാർ പറന്നു പോകുന്നില്ല, അവിടെ തന്നെ നിൽക്കുക. സയൻറ്റിസ്റ്റ് എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, ഒരു ഡിസ്റ്റൻറ്റ് ഗാലക്സി എടുത്തിട്ട്
ആ ഗാലക്സിയിലെ സ്റ്റാർസ് കൗണ്ട് ചെയ്തു, ഇത്രയും സ്റ്റാർസ് ഉണ്ട്. ഓരോന്നായിട്ടൊന്ന് കൗണ്ട് ചെയ്യണ്ട, അവർക്ക് കൗണ്ട് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഒരു ലെറ്റ്സ് ഒരു 10 കോടി സ്റ്റാർസ് ഉണ്ട്, റഫ് എസ്റ്റിമേറ്റ് പറയാം. അത്ര സ്റ്റാർസ് ഉണ്ടെന്ന് അവർ കാൽക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് അവർ ഈ ഗാലക്സിയുടെ ആംഗുലർ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്തു, സ്പിൻ ചെയ്യുന്ന വെലോസിറ്റി കാൽക്കുലേറ്റ്. അപ്പോൾ ഇവർ മനസ്സിലാക്കി, ഓക്കെ ഗാലക്സി ഇത്രയും വെലോസിറ്റിയിൽ സ്പിൻ ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റാർസ് എല്ലാം തെറിച്ച് പോകേണ്ടതാണ്. ഈ സ്റ്റാറിനെ പിടിച്ചു വെക്കാനുള്ള ഗ്രാവിറ്റി ഇത്രയും സ്റ്റാർസിന് തരാൻ പറ്റില്ല. എവിടുന്ന് ഒരു എക്സ്ട്രാ ഗ്രാവിറ്റി വരുന്നുണ്ട് ഈ സ്റ്റാറിനെ പിടിച്ചു വെക്കാൻ, ഇല്ലെങ്കിൽ ഈ സ്റ്റാർ പറന്നു പോകേണ്ടതാണ്. ഇപ്പം ഒരു സ്റ്റാർ ഉണ്ട്, ബാക്കി ഒരു 10 കോടി സ്റ്റാർസ് ഉണ്ടെങ്കിൽ അത്രയും ഗ്രാവിറ്റി പോരാ ഇതിനെ ഇവിടെ പിടിച്ചു വെക്കാൻ. അപ്പം സയൻറ്റിസ്റ്റ് മനസ്സിലാക്കി എന്തോ ഒരു നമുക്ക് അറിഞ്ഞൂടാത്തൊരു മാറ്റർ ഉണ്ട്, അഡീഷണൽ ഗ്രാവിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഡാർക്ക് മാറ്റർ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഡാർക്ക് മാറ്റർ എല്ലായിടത്തും ഉണ്ടെന്ന്, ഇപ്പം എൻ്റെ ചുറ്റുമുണ്ട്, പൂജയുടെ ചുറ്റുമുണ്ട്, ഡാർക്ക് മാറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഗാലക്സീസും ക്ലസ്റ്റേഴ്സായിട്ട് വരും. ഇതൊരു ഗാലക്സി, വേറൊരു ഗാലക്സി, വേറെ ഗാലക്സി. ഈ ഗാലക്സീസ് എല്ലാം ഒരു കൂട്ടം ഗാലക്സി ക്ലസ്റ്റർ നമ്മൾ വിളിക്കും. ഈ ഗാലക്സി ക്ലസ്റ്ററിനകത്തുള്ള ഗാലക്സീസും പറന്ന് പോകേണ്ടതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അത്രയും അതിനൊന്നും പിടിച്ചൊക്കെയുള്ള ഗ്രാവിറ്റി, വെയിറ്റ് ഇതിനില്ല, ഈ സാധനങ്ങൾക്കില്ല. അപ്പോൾ അതും എവിടുന്നോ അഡീഷണലി പ്രൊവൈഡ് ചെയ്യും, എന്തോ ഒരു സാധനം കൊടുക്കുക, ഈ അഡീഷണൽ മാസ്, ഗ്രാവിറ്റി. അതിനെയാണ് നമ്മൾ ഈ ഡാർക്ക് മാറ്റർ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഡാർക്ക് മാറ്ററിനെ പറ്റി മനസ്സിലാക്കിയത്. പ്രോബ്ലം ഇത് ഡാർക്ക് ആവാനുള്ള കാരണം, ഈ ഡാർക്ക് മാറ്റർ എന്ന് പറയാനുള്ള കാരണം, ഇത് ലൈറ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യില്ല, ഇലക്ട്രോമാഗ്നറ്റിക്സുമായിട്ട് ഒരു രീതിയിൽ ഇൻട്രാക്ട് ചെയ്യില്ല. ഇപ്പം നമ്മുടെ യൂണിവേഴ്സിൽ നമ്മൾ 4 ഫണ്ടമെൻ്റൽ ഫീൽഡ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, പിന്നെ ഈ അറ്റോമിക് ന്യൂക്ലിയർ ലെവലിൽ വരുന്ന സ്ട്രോങ് ഫോഴ്സ്, വീക്ക് ഫോഴ്സ് എന്നൊക്കെ ഉണ്ട്. ഈ സാധനം ഈ സ്ട്രോങ് ഫോഴ്സ്, വീക്ക് ഫോഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യില്ല, ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യില്ല. ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൽ ഇൻട്രാക്ട് ചെയ്യില്ല, ഈ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പം ഇതെന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഇൻട്രാക്ഷൻസ് ആയതല്ല. നമ്മൾ ഈ സംസാരിക്കുന്നത്, നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നത്, ഇതെല്ലാം ഇലക്ട്രോമാഗ്നറ്റിക്കാണ്. ലൈറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക്. ഈ സാധനം ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയില്ല. ഈ സാധനം ആകെ ഇൻട്രാക്ട് ചെയ്യുന്ന ഗ്രാവിറ്റി ഉപയോഗിച്ചാൽ. അപ്പോൾ ഈ സാധനം എന്തിനൊക്കെയോ പിടിച്ചു വെക്കുന്നു എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നാണ് നമുക്ക് ഈ സാധനം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഡാർക്ക് മാറ്റർ. അപ്പോൾ അതാണ് ഈ ഡാർക്ക് മാറ്ററിൻ്റെ പരിപാടി. ഡാർക്ക് എനർജി കുറച്ചുകൂടെ ഡിഫറെൻ്റ്. ഇപ്പം നമ്മുടെ യൂണിവേഴ്സ് ഉണ്ടായത് ബിഗ് ബാങ്ങിൽ നിന്നാണെന്ന് പറയുന്നു, അല്ല എന്ന് പറയുന്നു. സോ എങ്ങനെയാണെങ്കിലും യൂണിവേഴ്സ് ഉണ്ടായപ്പോൾ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ എല്ലാം ഇങ്ങനെ തീർച്ചയായും ദൂരോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുക. പക്ഷേ ഈ ദൂരോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ റേറ്റ് കുറഞ്ഞ് വരേണ്ടതാണ്. കാരണം ഗ്രാവിറ്റി ഉണ്ടല്ലോ, ഗ്രാവിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കുകയല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ പോകുന്ന സാധനം പതുക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ട. പക്ഷേ ഇല്ല, നമ്മൾ നോക്കുമ്പോൾ ഇത് ഇനി സ്പീഡിൽ ദൂരോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ആസ്ട്രോണോമേഴ്സ് പറയുന്നത് എന്തോ ഒരു ഡാർക്ക് എനർജി ഇതിനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി നീക്കുകയാണെന്ന്. അങ്ങനെയാണ് ഡാർക്ക് എനർജി വരുന്നത്. എപ്പോഴേലൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു രാമൻ, അതായത് ഈ പറയുന്ന ഇപ്പോൾ ഒരു ജി ഫോഴ്സ് എന്ന് പറയുന്നത് ഇത്ര ആക്യുറേറ്റ് ആയിട്ട് ഇത്ര അല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒക്കെ ഒരു കാൽക്കുലേഷൻ ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ എന്തായേനെ, എന്ത് സംഭവിച്ചേനെ, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഡെഫിനറ്റ്ലി അങ്ങനെ ചിന്തിക്കാം നമുക്ക്. സോ ഒരുപാട് രീതിയിൽ ചിന്തിക്കാം. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ആലോചിക്കാം, ഭൂമി ഒരു ഇത്തിരി സണ്ണിനോട് ഒരു ഇത്തിരി ക്ലോസർ ആയിരുന്നെങ്കിൽ എന്തായാലും എന്ന് പറഞ്ഞാൽ വെള്ളം ഇവാപ്പറേറ്റ് ചെയ്യുന്ന പോലെയല്ല, പക്ഷെ നമുക്കൊരു 2-3 ഡിഗ്രി കൂടുതലായിരുന്നെങ്കിലെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മൊത്തത്തിൽ വേറെ രീതിയിൽ ഇവോൾവ് ചെയ്തേനെ ക്രീച്ചേഴ്സ്. ചിലപ്പോൾ നമ്മൾ പോലും ആയിരിക്കില്ല. അല്ലെങ്കിൽ ഭൂമി ഒരു ഇത്തിരി ബാക്കിലോട്ടായിരുന്നെങ്കിൽ വേറെ രീതിയിൽ ഇവോൾവ് ചെയ്തേനെ പ്രോബ്ലി ക്രീച്ചേഴ്സ്. ഇനിയല്ല ഇതുപോലത്തെ ലാർജ് ഡിഫറൻസ് ഒക്കെ ഇപ്പോൾ ജി ഫോഴ്സിൻ്റെയൊക്കെ വാല്യൂ ഭയങ്കരമായിട്ട് മാറുകയാണെങ്കിൽ പ്രോബ്ലി നമ്മളുണ്ടാവില്ല. വേറൊരു യൂണിവേഴ്സിൽ, അത് റൈറ്റ് ആവുന്ന യൂണിവേഴ്സിൽ നമ്മൾ ഉണ്ടാവുമായിരിക്കും. സോ ഒരുപാട് കാര്യങ്ങൾ കറക്റ്റായിട്ടുള്ളൊരു യൂണിവേഴ്സാണ് നമ്മുടേത്. പക്ഷേ അത് ഡിഫറെൻ്റ് ആയിരിക്കുന്ന യൂണിവേഴ്സിൽ മേ ബി ഡിഫറെൻറ്റ് ക്രീച്ചേഴ്സ് ആയിരിക്കാം. ചിലപ്പോൾ അങ്ങനത്തെ യൂണിവേഴ്സിൽ ലൈഫേ ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഒരു ഫിലോസഫിക്കൽ ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ. അതായത് ഇപ്പോൾ ഭൂമിക്ക് സ്വന്തമായിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല. ഭൂമിയിലേക്ക് ലൈറ്റ് വരുന്നത് സണ്ണിൽ നിന്നാണ്. അപ്പോൾ ഇപ്പോൾ ആൾക്കാർ പൊതുവെ പറയുന്നൊരു ഫിലോസഫിയാണ് സത്യം എന്നത് വെളിച്ചമാണെന്ന് പറഞ്ഞ പോലെ. പക്ഷെ ശരിക്കും ഒരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യൂണിവേഴ്സിൻ്റെ വെച്ച് നോക്കുമ്പോൾ അത് ഡാർക്കല്ലേ? നമുക്കറിയാവുന്ന ഇത്രയൊരു സർക്കിളാണെന്ന് വിചാരിക്കും. ഇത്രയൊരു സർക്കിളാണ് നമുക്കറിയാവുന്ന സാധനം. അത്രയും സർക്കിളാണ് നമ്മൾ സത്യമെന്നും നമ്മൾ വെളിച്ചമെന്നും വിശ്വസിക്കുന്നത്. നമ്മുടെ അറിവ് കൂടി. അപ്പോൾ എന്ത് സംഭവിക്കും? ആ സർക്കിളിൻ്റെ സർക്കംഫറൻസ് എക്സ്പാൻഡ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും, നോക്കി എത്ര ഇരുട്ട് കൂടുതലുണ്ട്. അപ്പോൾ കൂടുതൽ വെളിച്ചവും കൂടുതൽ സത്യവും ഡിസ്കവർ ചെയ്ത് വരുമ്പോൾ അത്ര തന്നെ എത്രയാണ് നമുക്ക് അറിഞ്ഞുകൂടാത്തതെന്ന് നമ്മൾ മനസ്സിലാക്കി വരും. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം ബിഗ് ബാങ് തിയറി. ഇപ്പം ഞങ്ങൾ നേരത്തെ
പ്രൊഫസർ വൈശാഖൻ തമ്പിയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞു ബിഗ് ബാങ് എന്നുള്ള ഒരു വേർഡ് എന്ന് പറയുന്നത് ഒരു കളിയാക്കൽ വേർഡായിട്ട് ആദ്യം വന്നതാണ്. വേറൊരു സയൻറ്റിസ്റ്റിനെ അങ്ങനെ ഒരു ബിഗ് ബാങ് ഉണ്ടായോ എന്ന് പറഞ്ഞതാണ് ആ ഒരു തിയറി എന്ന് പറയുന്നത്. അന്നും നമ്മളതൊരു മൊത്തത്തിൽ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ഉത്ഭവം എങ്ങനെ എന്നൊന്നും നമ്മൾ സംസാരിച്ചിട്ടില്ല, ഒരു സർഫസ് ലെവൽ പറഞ്ഞു പോയുള്ളൂ. സോ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി കുറച്ചുകൂടെ ആൾക്കാർക്ക് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, എങ്ങനെയായിരുന്നു യൂണിവേഴ്സിൻ്റെ ഒരു ഉത്ഭവം, അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് വലിയൊരു ടോപ്പിക്. ആൻഡ് ഓൾസോ എത്ര സമയമെടുത്തു ഈ ഒരു ലോകം അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാനും, പിന്നെ ഇതൊക്കെ പറഞ്ഞട്ടോ. എന്നിട്ട് ഇതിലെ മനുഷ്യൻ എന്തുകൊണ്ട് ഭൂമിയിൽ മാത്രം അല്ലെങ്കിൽ ഈ ഒരു ലിവിങ് ഓർഗാനിസം എന്തുകൊണ്ട് എർത്തിൽ മാത്രം സസ്റ്റെയിൻ ചെയ്തു, അല്ലെങ്കിൽ ഇനി ഈ ഒരു ഭൂമി അവസാനിക്കുമ്പോൾ നമ്മൾ മനുഷ്യന്മാർ അല്ലെങ്കിൽ ഈ ജീവജാലങ്ങൾ എക്സിസ്റ്റ് ചെയ്യും. സോ യൂണിവേഴ്സ് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് എനിക്ക് വേണമെങ്കിൽ കറണ്ട് തിയറീസ് ഒക്കെ പറയാം, പക്ഷെ ഒന്നും അത്ര ലൈക്ക് സാറ്റിസ്ഫാക്ടറി അല്ല, എല്ലാം തിയറിയാണ്. ഇപ്പം നമ്മൾ ഈ ബിഗ് ബാങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു യൂണിവേഴ്സ് ഒരു റേറ്റിൽ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബാക്കിലോട്ട് നമ്മളിങ്ങനെ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഇതെല്ലാം അടുത്തടുത്തായിരുന്നിരിക്കണമല്ലോ എന്നുള്ള ഐഡിയ ആണ്, വിച്ച് വർക്ക്സ് ഫൈൻ. പക്ഷെ നമുക്ക് എത്രത്തോളം അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് അറിഞ്ഞൂടെ. ഇപ്പം എനിക്കൊരു പൂച്ചയുണ്ട്. അപ്പോൾ പൂച്ച ഇങ്ങനെ ആദ്യമായിട്ട് കാണുമ്പോൾ പൂച്ച ഇത്ര സൈസാണ്. അപ്പം ഞാൻ പറഞ്ഞു പൂച്ച കുറച്ചാളുമ്പോൾ ചെറുതായിരിക്കും. അതിൻ്റെ പൂച്ച എപ്പോഴും ഒരു പോയിന്റിൽ ഒരു ഇൻഫിനിറ്റിസിമൽ പോയിന്റ് ആയിരുന്നു എന്ന് ഞാൻ പറയുന്ന അത്ര സെൻസ് ഉണ്ടാക്കുന്നില്ലല്ലോ. പൂച്ച കുറച്ചുകൂടെ വരും, 1-2 സെൽസിൽ നിന്നുണ്ടായിരുന്നു. അപ്പം ഈ എല്ലാം കൂടെ ഒരു ഇൻഫിനിറ്റിസിമൽ പോയിന്റിൽ നിന്നാണ് വന്നതെന്നുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ഐഡിയ ആണെങ്കിൽ അതിൻ്റെ വാലിഡിറ്റി എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ. മേ ബി കുറേ വർഷം കഴിയുമ്പം അത് മാറി വരുമായിരിക്കും, വേറെ എന്തെങ്കിലും തിയറി അതിനെ റീപ്ലേസ് ചെയ്യായിരിക്കും. സോ തൽക്കാലം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പോയിന്റ് ചെയ്യുന്നത്. സോ ബിഗ് ബാങ്ങിൻ്റെ ഐഡിയ എന്തെന്ന് പറഞ്ഞാൽ സ്പേസും ടൈമും ഒക്കെ ആദ്യം ഉണ്ടായിരുന്നു. ഈ ഗാലക്സീസ് സ്റ്റാർസും പ്ലാനറ്റ്സും എല്ലാം ഇങ്ങനെ വന്നിട്ട് ബൂമിന്ന് പൊട്ടി ഇങ്ങനെ അങ്ങ് പോയി എന്നുള്ളതാണ് ഒരു ക്ലാസിക് ഐഡിയ ബിഗ് ബാങ്ങിൻ്റെ. ശരിക്കും നമ്മൾ പറയുന്ന പറഞ്ഞാൽ ഈ സ്പേസും ടൈമും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. എത്രയോ 14 ബില്യൺ ഇയേഴ്സ് മുമ്പ് എന്തോ ഈ ഒരു എക്സ്പ്ലോഷനിൽ ഒരു എക്സ്പ്ലോഷൻ എന്നും വിളിക്കാൻ പറ്റില്ല, ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ ഒരു സെക്കൻഡിൻ്റെ 0.001% ടൈമിൽ സ്പേസും ടൈമും എല്ലാം കൂടെ ടൈം ഞാൻ പറഞ്ഞില്ല, സ്പേസ് ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു 10⁻25 ടൈംസ് അത്ര രീതിയിൽ ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം ഈ എക്സ്പാൻഡ് ചെയ്ത സമയത്ത് ഇനിഷ്യലി യൂണിവേഴ്സ് ഭയങ്കര ഹോട്ടായിരുന്നു എന്നും ഈ പ്രോട്ടോൺസ് ന്യൂട്രോൺസ് ഇലക്ട്രോൺസ് എല്ലാം സെപ്പറേറ്റ് ആയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇത് പതുക്കെ തണുക്കാൻ തുടങ്ങിയപ്പം ഈ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഒക്കെ ഫ്യൂസ് ചെയ്ത് ഒരു ന്യൂക്ലിയസ് ആയി. ഫർദർ തണുക്കാൻ തുടങ്ങിയപ്പോൾ ഇലക്ട്രോൺസും അതിൻ്റെ കൂടെ ജോയിൻ ആയി. അങ്ങനെയാണ് നമുക്ക് ഹൈഡ്രജൻ ആറ്റംസ് ഹീലിയൻ ആറ്റംസ് കിട്ടിയത്. പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് അടുത്തടുത്തേക്ക് വന്ന് ഒരു സ്റ്റാർ ഉണ്ടായി. സ്റ്റാറിനകത്താണ് ഫർദർ എലമെൻറ്റ്സ് വന്ന് എനിക്കാണ് പറയപ്പെടുന്നത്. അല്ല ഇപ്പൊ ഒരു സയൻസ് ഇപ്പം ഇഷ്ടമുള്ള ഒരാൾ അല്ലെങ്കിൽ സയൻസ് ഇപ്പം ഈ ഒരു തിയറി ഇപ്പോഴും അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്ത കാരണം എന്താ? സോ ഇതിന് ചില പ്രൂഫ്സ് ഒക്കെ ഉണ്ട്, അതിന് ഒരുപാട് ഡീറ്റെയിലോട്ട് ഞാൻ പോകില്ല. അത് ഭയങ്കര ഇപ്പം നമുക്ക് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്നൊക്കെ പറയും. പക്ഷേ സ്റ്റിൽ ഒരു സോളിഡ് പ്രൂഫാണോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. മേ ബി സോ നമ്മൾ പറയുകയാണ് ഇതിന് മുമ്പ് ഒന്നുമില്ലായ്മയായിരുന്നു, പെട്ടെന്ന് സ്പേസ് എക്സ്പാൻഡ് ചെയ്തു എന്നൊക്കെ പറയുന്നത് ഇതിനെ ബാക്കപ്പ് ചെയ്യാൻ ഇവർക്ക് എന്തൊക്കെയോ പ്രൂഫ്സ് ഉണ്ട്. പക്ഷേ സ്റ്റിൽ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എന്തോ ഒരു മേ ബി ഇതിനൊരു ബെറ്റർ തിയറി എന്തെങ്കിലും റീപ്ലേസ് ചെയ്യുന്ന ഒരു തോന്നൽ. ഞാൻ റോങ് ആയിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ പൂജ ചോദിച്ചാൽ എത്ര വർഷമായി എന്നുള്ളത് അതിപ്പോൾ എനിക്കറിയാം എത്ര 14 ബില്യൺ ഇയേഴ്സ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. ലാസ്റ്റ് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്താ ഭൂമിയിൽ മാത്രം ലൈഫ് ഉള്ളതെന്ന്, ഐ ഡോണ്ട് തിങ്ക് ഇസ് ട്രൂ. ക്ലിയർലി ഭൂമിയിൽ മാത്രമല്ല എന്തായാലും ലൈഫ് ഉള്ളത്. ലൈഫ് ഇഷ്ടംപോലെ വേറെ സ്ഥലങ്ങളിൽ കാണും. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ യൂണിവേഴ്സ് 99,300 crore ലൈറ്റ് ഇയേഴ്സ് ഉണ്ട്. നമ്മളാണെങ്കിൽ ഒരൊറ്റ അരിമണി നിന്നുകൊണ്ട് എന്താ വേറെ ആരും ഇല്ലാത്തതെന്ന് ചോദിക്കുന്നതിൽ അർത്ഥത്തിൽ എന്തായാലും വേറെ എവിടെയെങ്കിലും ആൾക്കാരുണ്ടായിരിക്കും. ഭൂമി പോലെ തന്നെ ഇഷ്ടംപോലെ പ്ലാനറ്റ്സ് കാണും. ഇത്രയും ഒരു വാസ്റ്റ് സ്പേസിൽ സൺ പോലത്തെ വേറൊരു സ്റ്റാറും കാണും. വെരി ക്ലിയർലി ഭൂമിയിലെ അതേ കണ്ടീഷൻസ് ഉള്ള വേറെ എക്സോ പ്ലാനറ്റും ഉണ്ടായിരിക്കും. ആൻഡ് അവിടെ ക്വൈറ്റ് പോസിബിളി ലൈഫ് ഇവോൾവ് ചെയ്യാൻ ആൻഡ് വേറെ രീതിയിൽ ലൈഫ് ഇവോൾവ് ചെയ്തിട്ടുള്ള വേറെ പ്ലാനറ്റ്സും കാണും. സോ ലൈഫ് ഭൂമിയിൽ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ ഐ സ്ട്രോങ്ലി ഫീൽ അല്ല. കാരണം യൂണിവേഴ്സ് ഇസ് എക്സ്ട്രീംലി ഹ്യൂജ് ആൻഡ് നമുക്ക് മാക്സിമം ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സ്പീഡ് ഓഫ് ലൈറ്റ്, വിച്ച് ഇസ് വെരി സ്ലോ കമ്പയർഡ് ടു ദ സൈസ് ഓഫ് ദ യൂണിവേഴ്സ്. നമ്മൾ സ്പീഡ് ഓഫ് ലൈറ്റിൽ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്തപ്പോൾ നമ്മൾ ആരെയും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നു ലൈഫ് വേറെ എടുത്തുണ്ടെന്ന്.
ഭൂമിയിൽ മാത്രമല്ല ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പം മനുഷ്യൻ ഇപ്പം മാർസിലൊക്കെ പോവാൻ നോക്കുകയാണ്. അവിടെ ഹാബിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ, കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം അതിൻ്റെ കുറേ പരിപാടികൾ ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പോൾ എലൻ മസ്ക് ആയാലും അങ്ങനെയൊക്കെ. അപ്പം നമുക്ക് ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് വലിയ അറിവൊന്നുമില്ല കേട്ടോ. അപ്പം ശരിക്കും വേറൊരു ഭൂമി അല്ലാതെ ഇപ്പം മാർസാണ് കുറച്ചുകൂടെ നമുക്കൊന്ന് ഹാബിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനറ്റ് എന്ന് പറയുന്നത്. ശരിക്കും ഇനി ഫ്യൂച്ചറിൽ മനുഷ്യൻ ഭൂമി അല്ലാതെ ഇതേപോലെ വേറൊരു പ്ലാനറ്റിൽ ജീവിക്കാം, അങ്ങനെയൊക്കെ ഒരു ഓപ്ഷനൊക്കെ വരുമോ? ലൈക്ക് മാർസ് ഇൻ കേസ് ഹാബിറ്റബിൾ ആക്കാൻ പറ്റിയ ഓക്കെ, മാർസ് നമ്മൾ ഭയങ്കര ഡിഫിക്കൽട്ടാണെന്ന് തോന്നുന്നത് മാർസ് ഹാബിറ്റബിൾ ആക്കാനൊക്കെ. ഹ്യൂമൻസ് അത്രയ്ക്ക് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആവുന്ന ഏതെങ്കിലും പോയിന്റിൽ സാധിച്ചാൽ സാധിക്കും. പക്ഷേ നമ്മുടെ സോളാർ സിസ്റ്റത്തിന് വേറൊരു എക്സോ പ്ലാനറ്റിൽ പോയി ജീവിക്കുക എന്നൊക്കെ ഉള്ളത് പ്രശ്നം എന്ന് പറയാൻ, വേറെ എക്സോ പ്ലാനറ്റ്സ് ഒക്കെ ഭയങ്കര ദൂരെ, ഒന്നും അത്ര അടുത്തല്ല. മാർസിൽ പോകാൻ തന്നെ ഇത്രയും പാടല്ലേ. നമുക്ക് ഈ വേറെ വേറെ സ്റ്റാറിൻ്റെ ഒരു പ്ലാനറ്റിൽ പോയി നമുക്ക് ജീവിക്കുന്നത് ഭയങ്കര പാടായിരിക്കും, ഭയങ്കര ദൂരെ ഈ സാധനങ്ങളൊക്കെ. മാർസ് ഇൻ കേസ് നമ്മൾ ഭയങ്കര ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ട് ഹാബിറ്റബിൾ ആക്കാൻ പറ്റിയാൽ മേ ബി സം ഡേ മാർസിൽ പോയി നിൽക്കാൻ പറ്റുമായിരിക്കും. അതിലും ഭേദം ഭൂമി നശിപ്പിക്കേണ്ട ഭൂമി തന്നെ നിൽക്കുന്നതായിരിക്കും. ഇവിടെ ഈ കഷ്ടപ്പെട്ട ആൾക്കാർ ഇതൊക്കെ ചെയ്ത്. ഇപ്പം ഞാൻ ആലോചിച്ചിട്ട് ഇപ്പം മാസിലൊക്കെ നമ്മൾ പോയി നിൽക്കുക അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ പിന്നെയും ഇത് ഞാനും എൻ്റെ പാർട്ണർ ഇന്നലെ ഒരു ടോപ്പിക് ഉണ്ടായതാണ്. പിന്നെയും ഒരു പ്രശ്നങ്ങൾ കൂടുതലും വരില്ലേ. കാരണം പിന്നെ നമ്മുടെ സ്പീഷീസിൽ തന്നെ കുറച്ചുകൂടെ സർവൈവൽ ചെയ്യുന്ന ഒരു സ്പീഷീസിനൊക്കെ ചൂസ് ചെയ്ത് നമ്മൾ അവിടെ കൊണ്ടുവരണം. അങ്ങനെ അവിടെ സർവൈവൽ വരണം. അപ്പോൾ ഹെൽത്ത് അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ഒബ്വിയസ്ലി മണി, ഇതെല്ലാം കുറേ ചിലപ്പോൾ ഓക്സിജൻ തന്നെ അവിടെ നിന്ന് മേടിക്കേണ്ട അവസ്ഥ, ഇതൊക്കെ അയ്യോ, അങ്ങനെ ഒരു പുതിയ പ്ലാനറ്റ് ഒക്കെ നമ്മൾ ഇൻഹാബിറ്റ് ചെയ്യാൻ പോയാൽ അതിൻ്റെ ഫുൾ ഡൈനാമിക്സ് ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം തന്നെ എനിക്കൊന്ന് മൂണിൽ തന്നെ നമ്മൾ, അല്ല മൂണിലോ മാർസിലോ എവിടെയാണെന്നില്ല, അതിൻ്റെ വസ്തു വാങ്ങിക്കുന്ന അതിൻ്റെ പരിപാടി എങ്ങനെയാണ്. ചന്ദ്രനിൽ വസ്തു ഞാൻ ഒരിടത്ത് പോയി ഒരു കൊടി കുത്തി വെച്ചാൽ അത് എൻ്റെ സ്ഥലം ആവുമോ, എങ്ങനെയാണ് അതിൻ്റെ ലോസ്. പിന്നെ ഇതുപോലെ മേ ബി ഹ്യൂമൻസ് ഭയങ്കര ഡ്രാസ്റ്റിക്കലി ഡിഫറൻ്റ്ലി ഇവോൾവ് ചെയ്യുമായിരിക്കും. കാരണം ഒരു വേറൊരു സെറ്റപ്പ് അല്ലേ, വേറെ അറ്റ്മോസ്ഫിയറിക്കും ക്ലൈമാറ്റിക് കണ്ടീഷൻസിൽ ഹ്യൂമൻസ് വേറൊരു രീതിയിൽ ഇവോൾവ് ചെയ്യും. ചിലപ്പോൾ കുറച്ചുകൂടെ വലുതാവുമായിരിക്കും, ചിലപ്പോൾ കുറച്ചുകൂടെ ചെറുതാവുമായിരിക്കും, കുറേ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അമേരിക്ക, റഷ്യ ആരാണ് ഏറ്റവും വലിയ കൺട്രി എന്നൊക്കെ ഉള്ള ഒരു ഇതിൽ നിൽക്കുന്ന സമയത്ത് അമേരിക്ക ആണല്ലോ ആദ്യമായിട്ട് മൂൺ ലാൻഡ് ചെയ്യുന്നത്. നീൽ ആംസ്ട്രോങ് ആണ് ലാൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നു. പക്ഷെ അത് ഇതുവരെ ലാൻഡ് ചെയ്തിട്ടില്ല. കാരണം അത് അങ്ങനെയല്ല എന്ന് പറയാൻ അവർ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ കൊടി പറക്കില്ല, സ്പേസിൽ കാറ്റില്ലല്ലോ, പിന്നെ എങ്ങനെ പറക്കും, അങ്ങനെയൊക്കെ കുറേ പേര് പറയും. പിന്നെ കുറേ പേര് പറഞ്ഞു വെച്ചാൽ അതിന് മുന്നെയാണ് സ്പേസ് ഒഡീസി എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി കുബ്രിക്കിൻ്റെ പടം ഇറങ്ങുന്നത്. സോ ഒരാൾ സെറ്റ് ഇട്ടിട്ട് പടം അതിന് മുന്നേ ഇറക്കിയെങ്കിൽ ഇതും ഒരു സെറ്റാണ്, സ്റ്റാൻലി കുബ്രിക്ക് ഡയറക്റ്റ് ചെയ്തതാണെന്നും പറഞ്ഞിട്ടുള്ള ഒരു ആൾക്കാർ അങ്ങനെയും പറയുന്നുണ്ട്. അനന്തരാമൻ എന്താ തോന്നുന്നത്, ശരിക്കും മൂൺ ലാൻഡിങ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് ജനറലി കോൺസ്പിറസി തിയറീസിൽ അത്ര വിശ്വസിക്കാൻ താല്പര്യമില്ല. കാരണം ഫസ്റ്റ് ഓൺ നീൽ ആംസ്ട്രോങ്ങും അവർക്ക് ശേഷവും ആൾക്കാർ പോയിട്ടില്ല. എനിക്ക് തോന്നുന്നു 1975 വരെ എന്തോ വേറെ ആൾക്കാർ മൂണിൽ പോയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഈ കോൺസ്പിറസി തിയറീസിനെ ഡീബങ്ക് ചെയ്യുന്ന കുറേ ഇതുണ്ട്. എനിക്ക് മെയിൻ പ്രശ്നം പറഞ്ഞാൽ ഇങ്ങനൊരു കോൺസ്പിറസിയൊക്കെ ഹോൾഡ് ചെയ്യാൻ കുറച്ച് പാടാണ്. ഇത്രയും വലിയ സ്കെയിലിലുള്ള കോൺസ്പിറസി കുറേ ഇതൊരു എലാബറേറ്റ് സെറ്റ് പീസിൽ ഇവർ ചെയ്താണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇൻവോൾവ് ആയിരുന്നിരിക്കണം അതിൽ, അത്രയും വലിയൊരു കോൺസ്പിറസി ഹോൾഡ് ചെയ്യാൻ. അത്രയും ആൾക്കാർക്ക് ഇത്രയും വലിയൊരു സീക്രട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ജനറലി. അതാണ് നമ്മൾ ഈ കോൺസ്പിറസി തിയറിൻ്റെ ഒരു ജനറലി ഇത്രയും ഒരു ലാർജ് സ്കെയിൽ കോൺസ്പിറസി തിയറീസ് ജനറലി ഇതിൻ്റെ സീക്രട്സ് ഒക്കെ അങ്ങ്, ഇപ്പോൾ ഒരു സിനിമ സെറ്റിൽ നടക്കുന്ന ഗോസിപ്പ് എന്താണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. പിന്നെയാണ് ഇത്രയും വലിയൊരു മൂൺ ലാൻഡിങ് സെറ്റിൽ നടക്കുന്ന പരിപാടികളൊക്കെ. എനിക്ക് തോന്നുന്നു പ്രോബബ്ലി അത് ആൾക്കാർ അറിഞ്ഞേനെ, എനിക്ക് തോന്നുന്നു. സോ എനിക്ക് അത്ര വിശ്വാസമില്ല ഈ കോൺസ്പിറസി തിയറി. ഓക്കെ, സോ കമ്മിങ് ബാക്ക്, ഇപ്പം ഇത്ര നമ്മൾ സംസാരിച്ചുകൊണ്ട് ഈ എർത്തിൽ ഈ ലൈഫ് എന്ന് പറയുന്നത് എർത്തിൽ മാത്രമായിരിക്കില്ല, മേ ബി വേറൊരു പ്ലാനറ്റിലോ അല്ലെങ്കിൽ വേറൊരു യൂണിവേഴ്സിലോ വേറൊരു ഗാലക്സിയിലോ വേണമെങ്കിൽ നടക്കാം. നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ, ഇപ്പം അനന്തരാമൻ്റെ പെർസ്പെക്റ്റീവ് ചിന്തിക്കുമ്പം ലൈഫ് എന്ന് പറയുന്നത് എന്താ അനന്തരാമന്? വാട്ട് ഇസ് ലൈഫ്? സോ ലൈഫിനെ കുറേ രീതിയിൽ നമ്മൾ വിചാരിക്കും ലൈഫിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ലൈഫിനെ ആക്ച്വലി നമുക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ തിരിച്ചറിയും, പക്ഷേ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഓക്കെ ലൈഫ് ഇസ് എനിത്തിങ് വിച്ച് ക്യാൻ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എന്ത് ലൈഫാണ്. പക്ഷേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാതെ ആക്ച്വലി അത്ര ഒരു കറക്റ്റ് ഡെഫിനിഷൻ അല്ല. ഫോർ എക്സാമ്പിൾ ഈ ഡോങ്കിയും ഹോർസും കൂടെ മേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനം മ്യൂളിന് നമ്മൾ പറയും. മ്യൂള് സ്റ്റെറൈല, മ്യൂൾസിന് കുട്ടികളുണ്ടാക്കാൻ പറ്റില്ല. അതിപ്പോൾ ഈ ലയണും ടൈഗറും മേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായാൽ വരുന്ന ഓഫ് സ്പ്രിങ്ങിൽ ഒരു മെജോറിറ്റിയും ഇൻഫെർട്ടൈൽ പറ്റും. ചില സ്പീഷീസിന് അങ്ങോട്ടും ഇങ്ങോട്ടും മേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ കുതിരയും കഴുത, ലയൺ, ടൈഗർ, വേറെയും ചില സ്പീഷീസിന് അങ്ങനെ പറ്റും.
റയർ കേസസ് ഇങ്ങനെ ചിലർക്ക് പറ്റും. അപ്പോൾ ഈ കുതിരയും കഴുതയും കൂടെ മേറ്റ് ഹോർസും ഡോഗും കൂടെ കിട്ടുന്ന സാധനത്തിനാണ് നമ്മൾ ആ കുട്ടീനെയാണ് മ്യൂൾ എന്ന് വിളിക്കുന്നത്. മ്യൂൾസ് ആക്ച്വലി കോമൺ ആണ്. ഈ മ്യൂൾസ് ഒരിക്കലും കുട്ടികളുണ്ടാകാൻ പറ്റില്ല. മ്യൂൾസ് എനിക്ക് തോന്നുന്നു ഒരിക്കലും പറ്റില്ല എന്ന്. മോസ്റ്റ്ലി കുട്ടികളുണ്ടാക്കാൻ പറ്റില്ല. സ്റ്റെറൈലാണ് മ്യൂൾസ്. പക്ഷേ നമ്മളൊരു മ്യൂളിനെ ഒരിക്കലും നോൺ ലിവിങ് തിങ് എന്ന് വിളിക്കില്ലല്ലോ. അത് നടക്കും, പുല്ല് കഴിക്കും. അത് സോ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കേപ്പബിലിറ്റി ലൈഫിൻ്റെ ഒരു ഇതല്ല. റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളെ നമുക്ക് ലൈഫ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലൈഫിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യും? നമുക്ക് വേണമെങ്കിൽ പറയാം വയസ്സായി മരിക്കുന്നതാണ് ലൈഫ്. പക്ഷേ ഒരുപാട് സീ ക്രീച്ചേഴ്സ് വയസ്സായി മരിക്കില്ല. ഇപ്പം ചില ഒരു ഇമ്മോർട്ടൽ ജെല്ലി ഫിഷ് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ ജീവിച്ചുകൊണ്ടേ ഇരിക്കും, ഒരിക്കലും മരിക്കാതെ. അല്ലെങ്കിൽ ചില ഹൈഡ്രേനെ നമ്മൾ ഒരിക്കലും മരിക്കില്ല. അപ്പം ലൈഫ് ആക്ച്വലി ഡിഫൈൻ ചെയ്യാൻ കുറച്ചൊരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. എന്തോ ഒരു ഡെഫിനിഷൻ നാസയോ ആരോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തോ കെമിക്കൽ സിസ്റ്റം കേപ്പബിൾ ഓഫ് സെൽഫ് സസ്റ്റെയിനിങ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കെമിക്കൽ സിസ്റ്റംസ് ആണല്ലോ, കെമിക്കൽസ് ആണല്ലോ നമ്മുടെ ബോഡിയിൽ. നമ്മൾ എനർജി യൂസ് ചെയ്ത് ഫുഡ് കഴിച്ചാണ് സെൽഫ് സസ്റ്റെയിൻ ചെയ്യുന്നത്. ഫുഡ് കഴിക്കാതെ നമ്മൾ ദ്രവിച്ചു പോകുമല്ലോ. അപ്പോൾ അങ്ങനെ എനർജി ഉപയോഗിച്ച് സെൽഫ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെയാണ് നമ്മൾ മോസ്റ്റ്ലി ലൈഫ് എന്ന് വിളിക്കുന്നത്. ആൻഡ് അതിൽ സം സോർട്ട് ഓഫ് DNA RNA എന്തെങ്കിലും വേണം, എന്നാലേ പുതിയ സെൽസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ സാധനങ്ങളെയാണ് കറൻ്റ്ലി ലൈഫ് എന്ന് വിളിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം നേരത്തെ യൂണിവേഴ്സിനെ പറ്റി ചോദിച്ചപ്പം ഭയങ്കര ഒരു വേറൊരു പെർസ്പെക്റ്റീവ് എനിക്ക് എന്ന പോലെ വേറൊരു ഫിലോസഫിക്കലി ലൈഫിനെ അപ്രോച്ച് ചെയ്യാൻ എങ്ങനെയായിരിക്കും? സോ ജനറലി നമ്മൾ ഇതൊക്കെ കുറച്ച് പെസിമിസ്റ്റിക് ആണ്. പക്ഷേ ഈ ഇത്രയും നാൾ ഭൂമിയിൽ ലൈഫിന് അങ്ങനെ ഒരു പർപ്പസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു ഇന്ന് വരെ. എല്ലാ ക്രീച്ചറിനും ഇങ്ങനെ സർവൈവ് ചെയ്യണം, റീപ്രൊഡ്യൂസ് ചെയ്യണം, സർവൈവ് ചെയ്യണം, റീപ്രൊഡ്യൂസ് ചെയ്യണം എന്നാണ്. അതിന് വേണ്ടിയുള്ള ഒരു അടിപിടിയാണ് ഈ ഭൂമിയിൽ നടന്നത് മുഴുവൻ. അതിൽ മനുഷ്യർ ജയിച്ചു, ബാക്കി മൃഗങ്ങളെല്ലാം നമ്മൾ കളഞ്ഞ് മിക്കതിനെ എക്സ്റ്റിങ്ക്റ്റ് ആക്കി നമുക്ക് തിന്നാനുള്ളതിനെല്ലാം ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. ലൈഫ് ഒരു നല്ല ഡയറക്ഷനിലല്ല പൊയ്ക്കൊണ്ടിരുന്നത് ഇത്ര. പക്ഷേ ഇനി എനിക്ക് തോന്നുന്നു ഹ്യൂമൻസ് വളർന്ന് ബെറ്റർ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ കുറച്ചുകൂടെ കൈൻഡർ, നമ്മളിപ്പോൾ നമ്മൾ തന്നെ നോക്കുകയാണെങ്കിൽ റേസിസം കുറഞ്ഞു വരികയാണ്, സെക്സിസം കുറഞ്ഞു വരികയാണ്. അതുപോലെ നമ്മൾ മേ ബി ബാക്കി ക്രീച്ചേഴ്സിനോടും കൈൻഡർ ആവാൻ പഠിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ലൈഫ് ഇസ് ഓൾ അബൌട്ട് റെഡ്യൂസിങ് സഫറിങ് ടു അതർ ബീങ്സ്. ഇപ്പം എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് പൂജനെ വിഷമിപ്പിക്കാതിരിക്കുക, ബാക്കി ആൾക്കാരെ വിഷമിപ്പിക്കാതെ ബാക്കി ജന്തുക്കളെയും സഫറിങ് മിനിമലാക്കി എങ്ങനെ ജീവിക്കാൻ പറ്റും. അതെ, എക്സാക്ട്ലി, കറക്റ്റ്. ഒരു കോ എക്സിസ്റ്റൻസ് ആയിരിക്കണം ലൈഫിൻ്റെ ഒരു ഇനിയുള്ള മുന്നോട്ടുള്ള ഇത് എനിക്ക് തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ് ഒരു കാര്യം ചോദിക്കണമെന്ന് ഞാൻ കാര്യം ചോദിക്കാം. ഇടാ കൈ ഒരു വിരലിതാ അതാണ്. ഇപ്പം ഞാനിങ്ങനെ തൊട്ടു. ഇത് അനന്തരാമൻ്റെ ഒരു വീഡിയോയിൽ ശരിക്കും നമ്മളിപ്പോൾ തൊട്ടില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. കാരണം ആ ഒരു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിനെയും പരസ്പരം സ്പർശിക്കുന്നില്ല, ആറ്റംസിൻ്റെ വൈബ്രേഷൻസ് ആണ് ആക്ച്വലി നമ്മൾ ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഇപ്പം ഞാൻ തൊട്ടോ ഇല്ലയോ? സോ ആറ്റംസിൻ്റെ വൈബ്രേഷൻ അല്ല, ജനറലി റിപ്പൾഷൻ ആണ് ഫീൽ ചെയ്യുന്നത്. ഒന്നും തൊടുന്നില്ല. ഇപ്പോൾ പൂജ ഇരിക്കുന്ന ചെയറിനും ഈ പൂജയുടെ കാലും ഈ കൗച്ചിൻ്റെ മെറ്റീരിയലും തമ്മിൽ തൊടുന്നില്ല. ഞാൻ ഈ മൈക്ക് പിടിക്കുകയാണെങ്കിൽ ഇതൊന്നും തൊടുന്നില്ല. ഈ ആറ്റംസ് തമ്മിൽ ഇടിക്കുന്നില്ല. അതൊന്നും പറ്റില്ല. എന്താ സംഭവിക്കുന്ന പറഞ്ഞപ്പം ഞാൻ ഈ മൈക്കിൽ പിടിച്ചു, എൻ്റെ വിരലുടെ ഈ സർഫസിൽ ആറ്റംസ് ഉണ്ട്, ആറ്റംസിൽ ഇലക്ട്രോൺസ് ഉണ്ട്. മൈക്കിൻ്റെ സർഫസിൽ ആറ്റംസ് ഉണ്ട്, ആറ്റംസിൽ ഇലക്ട്രോൺസ് ഉണ്ട്. അടുത്ത് കൊണ്ടുവരത്തേക്കും ഈ ഇലക്ട്രോണും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പുഷ് ചെയ്യും. ആ രണ്ട് നെഗറ്റീവ് ചാർജ് അല്ലേ, ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യും. ഈ റിപ്പൾഷനാണ് നമ്മുടെ ബ്രെയിൻ ടച്ചായിട്ട് സെൻസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളൊക്കെ ആരാണ് ഇലക്ട്രോൺസിനൊക്കെ പിന്നെ എന്തിനാ ഇവർ ഈ ലാർജ് ഹാഡ്രോൺ കൊളൈഡേഴ്സൊക്കെ കൊണ്ട് വെക്കുന്ന ഈ സാധനങ്ങളെ സ്മാഷ് ചെയ്യിപ്പിക്കാൻ? നമുക്ക് തന്നെ ഇലക്ട്രോണൊക്കെ തൊടിയിക്കാൻ പറ്റുമെങ്കിൽ അത് പറ്റില്ല. നമുക്ക് ഇത് എല്ലാം നമ്മുടെ ബ്രെയിൻ അതിനെ ഇതായിട്ട് സെൻസ് ചെയ്യുന്നതാണ്, ടച്ചായിട്ട്. ഇതൊന്നും ആക്ച്വലി തൊടുന്നില്ല. ഇത് ആക്ച്വലി വലിയൊരു തോട്ടാണ്. ബിക്കോസ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ എംബ്രേസ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ഇസ് എ ഹഗ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ടച്ച്. അത് ആക്ച്വലി വി ആർ നോട്ട് ടച്ചിങ് എന്ന് പറയുന്നത്. അതിപ്പോൾ ശരിക്കും ടച്ച് മാത്രമേ, ഇതെല്ലാം നമ്മുടെ ബ്രെയിൻ ഉണ്ടായി. ഇപ്പോൾ ഒരു സൗണ്ട് എന്ന് പറഞ്ഞൊരു സാധനം ശരിക്കും ഉണ്ടോ? ഇപ്പം നമ്മളെപ്പോഴും പറയില്ല, ഒരു കാട്ടിലൊരു മരം വീണു, ആ ശബ്ദം കേൾക്കാൻ ആരും ഇല്ലെങ്കിൽ ആ ശബ്ദം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. വിച്ച് ഇസ് വെരി ട്രൂ. ഈ ശബ്ദം ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ എയർ മോളിക്യൂൾസ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് പൂജയുടെ ചെവിയിലെത്തി ഇയർ ഡോം വൈബ്രേറ്റ്, അതാണ് കേൾക്കുന്നത്. ഇത് സൗണ്ട് എന്ന് പറഞ്ഞൊരു സാധനം ശരിക്കും ഉണ്ടോ? ഇല്ല. ഈ മോളിക്യൂൾസിൻ്റെ വൈബ്രേഷനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ചെവി കൺവേർട്ട് ചെയ്യുകയാണ്. വിഷൻ എന്ന് പറഞ്ഞൊരു സാധനം, പൂജയുടെ ഒരു ഇമേജ് എൻ്റെ കണ്ണിലുണ്ട്. ശരിക്കും അങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇത് ആൾക്കാർ മേ ബി ചുമ്മാ ഭയങ്കര അനാവശ്യമായ ഡീപ്പ് ഫിലോസഫിയിൽ പോകുന്നു ചോദിക്കും. പക്ഷേ ഇല്ലെങ്കിൽ ജസ്റ്റ് സിമ്പിൾ സയൻസാണ് പറയുന്നത്. പൂജ കുറേ ആറ്റംസിൻ്റെ ഒരു കളക്ഷനാണ് പൂജ.
പൂജയുടെ ദേഹത്ത് നിന്ന് റിഫ്ലക്റ്റ് ആയി വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, അതായത് ഇവിടെ ഇടയിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിലെ ഡിസ്റ്റർബൻസ് എൻ്റെ കണ്ണിൽ വീഴുമ്പോൾ എൻ്റെ ബ്രെയിൻ അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്, ഒരു രൂപമാണ് അത്. അതുപോലെ തന്നെ ടച്ച്, ഈ സാധനങ്ങളൊന്നും ആക്ച്വലി ഇടിക്കുന്നൊന്നുമില്ല, ഈ ഒരു റിപ്പൾഷനെ എൻ്റെ ബ്രെയിൻ ടച്ചായിട്ട് സെൻസ് ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ആറ്റംസ് നമുക്ക് എല്ലാ സ്പേസിലും ആറ്റംസ് ഉണ്ടെന്നുണ്ട്. ഇപ്പോൾ സ്പേസിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു ഇത്ര ഒരു സ്പേസ് എടുക്കുകയാണെങ്കിൽ അവിടെ 1-2 ആറ്റംസ് എങ്കിലും പ്രസൻ്റ് ആണെന്ന് പറയുന്നു. ഈ ആറ്റംസിൻ്റെ ഡിസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്, എന്ത് സംഭവിക്കും? ഈ ആറ്റംസിനെ ഡിസ്ട്രോയ് ചെയ്യാന്ന് പറയുന്ന ഒരുപാട് തലത്തിലുണ്ട്. ഇപ്പോൾ ഒരു ആറ്റത്തിനെ, ഇപ്പം നമുക്ക് 2 ഹൈഡ്രജൻ ന്യൂക്ലിയർ ഫ്യൂസ് ചെയ്യാൻ നമുക്ക് ഒരു ഹീലിയം ന്യൂക്ലിയർ ഉണ്ടാകും. അപ്പോൾ അവിടെ ഹൈഡ്രജൻ നശിച്ചോ എന്ന് ചോദിച്ചാൽ ശരി, ഹൈഡ്രജൻ പകരം പക്ഷേ ഹീലിയം കിട്ടി. അല്ലെങ്കിൽ ഫിഷൻ സംഭവിക്കാം, നമുക്കൊരു ലാർജർ ന്യൂക്ലിയസിന് വരുമ്പോൾ ചെറിയ സാധനങ്ങളാക്കി മാറ്റാം. പക്ഷേ ഇപ്പോൾ പൂജ ചോദിച്ചെങ്കിൽ ഞാൻ മനസ്സിലാകുന്ന ഒരു ആറ്റത്തിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. അത് ആകെ വഴി നമ്മൾ ഈ ആൻറ്റി മാറ്ററിനെ കൊണ്ടുവരണം. ഇപ്പോൾ ഒരു പ്രോട്ടോൺ ഉണ്ടെങ്കിൽ നമുക്കൊരു ഒരു ആൻറ്റി പ്രോട്ടോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ പോസിട്രോൺ ഉണ്ട്. ഇതിൻ്റെ എല്ലാം കൗണ്ടർ പാർട്സാണ്. ഇത് തമ്മി ഇടിച്ചാൽ ഇത് ഫുൾ എനർജി ആയിട്ട് അങ്ങ് മാറും. അപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റവും ഒരു ആൻറ്റി ഹൈഡ്രജൻ ആറ്റവും കൂടെ തമ്മിലിടിച്ചാൽ അത് 2 ഫോട്ടോൺസ് ലൈറ്റായിട്ട് അങ്ങ് പോകും. അങ്ങനെ മാത്രമേ ആറ്റംസിനെ നശിപ്പിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ വഴികളുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് അറിഞ്ഞൂടാ, അതൊരു അൺസർട്ടനിറ്റി ആണ്, മീൻസ് ഒരു തിയറിയാണ് ബിഗ് ബാങ് എന്ന് പറയുന്നത്. എങ്ങനെ പറയാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഇതിലേക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നത് ഇങ്ങനെ കൊളൈഡ് ചെയ്തതാണെന്നൊക്കെ, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്തതാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ അപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ടോപ്പിക്കിൽ തന്നെ ഇതിനൊരു സയൻസേ ഇതിനൊരു ആൻസർ വരുന്നില്ല. സോ ഞങ്ങൾ അവിടെ ഗോഡിനെ പ്ലേസ് ചെയ്യുന്നു, അങ്ങനെ ഉണ്ടെന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ? അപ്പം അതിനൊരു കംഫർട്ടിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ എപ്പോഴും പറയും, ആൾക്കാർ ദൈവത്തെ വിശ്വസിക്കാൻ എനിക്ക് പേഴ്സണലി ഒരു പ്രശ്നമില്ല. കാരണം പലർക്കും ആശ്വാസം തരും ദൈവം ഉണ്ട് എന്നുള്ളൊരു ചിന്ത. അതിനെ ചോദ്യം ചെയ്യാനൊന്നും ഞാൻ ആളല്ല. നിങ്ങൾക്ക് എന്താ കംഫർട്ടാണ്, നിങ്ങൾ അതിൽ വിശ്വസിച്ചോ, അതിലേക്ക് എനിക്ക് എന്താ കുഴപ്പം. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യം ദൈവം ആണെന്ന് നമ്മൾ വിശ്വസിച്ചാൽ നമ്മളതിനെ ഗോഡ് ഓഫ് ദ ഗ്യാപ്സ് എന്ന് വിളിക്കും. പിന്നെ നമ്മളത് ഇത് ദൈവമല്ലേ, പിന്നെ നമ്മളെന്തിനാ ഇനി കൂടുതൽ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുന്നത്? പിന്നെ ഒരു സയൻറ്റിഫിക് പ്രോഗ്രസ്സും നടക്കില്ല. നമ്മളൊരു 300 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ആൾക്കാരാണ് പൂജയ്ക്ക് ടൈഫോയിഡ് വന്നാൽ ഞാൻ ദൈവം കോപിച്ചതാണ്. കാരണം നമുക്ക് അറിഞ്ഞൂടാ, നമുക്ക് സാൽമണലെ പറ്റി അറിഞ്ഞൂടാ, എങ്ങനെ ടൈഫോയിഡ് വരുന്നതെന്ന് അറിഞ്ഞൂടാ. അത് ആരൊക്കെയോ ദൈവം അല്ല എന്ന് തീരുമാനിച്ചിരുന്ന് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ മരുന്നുകളൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് അറിഞ്ഞൂടാ, നമ്മളെ നോളജിൻ്റെ അറ്റം ജസ്റ്റ് ഓക്കെ നമുക്ക് അറിഞ്ഞൂടാ. അത് ഞാൻ പറയുന്നില്ല സയൻസിനെല്ലാം അറിയാമെന്നൊന്നും, ഞാൻ ജസ്റ്റ് അറിഞ്ഞൂടാ. നിങ്ങളാണ് പറയുന്നത് അറിഞ്ഞൂടാ അല്ല, അത് ദൈവം. അങ്ങനെ നമ്മൾ വിചാരിക്കരുത്. അത് കംഫർട്ട് തരുന്നതിനാണെങ്കിൽ വിശ്വസിച്ചോ, എന്താ ഒരു പ്രശ്നമില്ല. പക്ഷെ അതാണ് സത്യം എന്ന് വെച്ചാൽ പിന്നെ അങ്ങോട്ട് ഒരു പ്രോഗ്രസ് നടക്കില്ല. അത് ദൈവമല്ലേ, പിന്നെ നമ്മൾ എന്തിനാ അതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യുന്നത്, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഈ ഭൂമി ഉണ്ടായി കഴിഞ്ഞിട്ട് ഇപ്പം ഇത്ര ബില്യൺ ഇയേഴ്സ് എന്ന് പറയുമ്പോൾ, അപ്പം ഈ ദൈവം എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടായിട്ട് എങ്ങനെയായിരിക്കും എൻ്റെ ഉത്ഭവം എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം ഇടിവെട്ട് ആദ്യം ദൈവമായിട്ട് കണ്ടിരുന്ന മനുഷ്യന്മാരുണ്ടായിരുന്നു എന്ന്. ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം എവിടെ നിന്നായിരിക്കാം? സോ ഇതുപോലെ മോഡേൺ ഹ്യൂമൻസ് എനിക്ക് തോന്നുന്നു സാപ്പിയൻസ് എനിക്ക് തോന്നുന്നു 2.5 ലക്ഷം 3 ലക്ഷം ഒക്കെ തൊട്ടാണ് ഉണ്ടായിരുന്നത്. അതിൽ പിന്നെ ഓരോ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഈ ഫയറും കുക്കിങ്ങും വെപ്പൺസും എക്സാക്ട് ടൈം ലൈൻസ് ഇറങ്ങിയോണ്ട് എനിക്കുണ്ട്. നമ്മൾ ഈ ഏർലിയർ ഒരു 10,000-30,000 വർഷം മുമ്പ് എടുത്ത് നോക്കിയാൽ തന്നെ എനിക്ക് തോന്നുന്നു ഈ ദൈവത്തിൻ്റെ ഈ ഡ്രോയിങ്സും കേപ്പിൻ അങ്ങനത്തെ സാധനങ്ങൾ. അപ്പം മനുഷ്യന് ഒരുപാട് വർഷം മുമ്പേ എന്തോ സൂപ്പർ നാച്ചുറൽ എൻറ്റിറ്റീസിൽ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴത്തെ ഒരു പർട്ടിക്കുലർ പോയിന്റ് മുമ്പുള്ള ദൈവങ്ങളെല്ലാം പവറുമായിട്ട് അസോസിയേറ്റഡ് ആയിരുന്നു. മിന്നലിനൊരു ദൈവം, തീയിനൊരു ദൈവം, കൊടുങ്കാറ്റൊരു ദൈവം. അപ്പം നമുക്ക് അറിഞ്ഞൂടാത്ത സാധനങ്ങളെല്ലാം ആ പവേഴ്സ് എല്ലാം ഗോഡാണെന്നുള്ളൊരു വിശ്വാസം. ഇപ്പം നമ്മൾ എനിക്ക് തോന്നുന്നു ഹിന്ദുസ്ഥത്തിൽ തന്നെ ഇപ്പം ഇന്ദ്രനും മിന്നല്, പിന്നെ അഗ്നി, വായു, അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ സ്യൂസ്, പൊസൈഡൺ എന്നൊക്കെ പറയുമല്ലോ അവരുടെ ഇതിൽ എല്ലാം പവറാണ്. മൊറാലിറ്റീനെക്കാൾ ഇതൊക്കെ പവറാണ്. ഈ ഒരു അഗ്രികൾച്ചർ റെവല്യൂഷനെ കഴിഞ്ഞ് ഈ ഫാർമേഴ്സ് ഇങ്ങനെ വരാൻ തുടങ്ങി, കൂടുതൽ സെറ്റിൽമെൻറ്റ്സ് വലുതാവാൻ തുടങ്ങി. അപ്പോൾ ഇവർ ദൈവത്തിൻ്റെ ഐഡിയ കുറച്ചുകൂടി ഈ മൊറാലിറ്റി ബേസ്ഡ്, റൂൾ ബേസ്ഡ് ഒക്കെ ആക്കി. ഇങ്ങനെ മൃഗങ്ങളെ ഇങ്ങനെയൊക്കെ ചെയ്യാം, സ്ത്രീകളെ ഇങ്ങനെയൊക്കെ ചെയ്യാം, ഇത് ഇങ്ങനെ ചെയ്യല. അത് കുറച്ച് പേര് കൂടിയിരുന്നിട്ട് അവർക്ക് നല്ല സുഖകരമായ കുറച്ച് റൂൾസ് എഴുതി വെച്ച പോലെ ഉണ്ട്. അവർക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കും, പക്ഷെ അവരുടെ ഈ റിലീജിയസ് ബുക്സിൽ എഴുതിയേക്കുന്ന കാര്യങ്ങൾ വായിച്ചാൽ നമുക്ക് തോന്നി ശരിക്കും ദൈവം പറഞ്ഞു തന്നെയാണോ, അത് ദൈവന്മാർ എഴുതി വെച്ചേക്കുന്നതാണോ ഇതെന്ന് തോന്നിപ്പോവും. അങ്ങനത്തെ ഒരു രീതിയിൽ. അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഈ ന്യൂവർ റിലീജിയൻസ് എല്ലാം കുറച്ചുകൂടി ഇങ്ങനെ ഈ മൊറാലിറ്റി ബേസ്ഡ് റൂൾസൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു
അന്നത്തെ ആൾക്കാർക്ക് എന്താ ശരി തെറ്റെന്നൊക്കെ തോന്നിയ അവന്മാരൊരു ബുക്കിലോട്ട് എഴുതി വെച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഭൂമിയുടെ ഒരു അവസാനം അല്ലെങ്കിൽ വൺ ഓഫ് എ തിയറി പറയുന്നത് ഒരു ഹീറ്റ് ഡെത്ത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 1 ട്രില്യൺ ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹീറ്റ് ഡെത്ത് സംഭവിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് ഹീറ്റ് ഡെത്ത് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, ആൻഡ് അത് സാധ്യമാണോ എന്നുള്ളതും അറിയണം ആദ്യം. ഫസ്റ്റ് നമ്മൾ ഗ്രാവിറ്റി എന്താണെന്ന് നമുക്കറിയാമല്ലോ. എല്ലാ യൂണിവേഴ്സിലും എല്ലാ ഒബ്ജക്ട്സും അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യും. ഡാർക്ക് എനർജി എന്താണെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തുള്ളൂ. എന്തോ ഒരു ശക്തി എല്ലാത്തിനെയും ദൂരോട്ട് വലിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ചുമ്മാ ഒരു ഫാൻറ്റസി പോലെ പറയുകയാണെങ്കിൽ ഇത് രണ്ട് ദൈവമാണെന്ന് വിചാരിക്കാം. ഗ്രാവിറ്റി ഒരു ദൈവമാണ്, മറ്റേത് ചുമ്മാ ഫിക്ഷൻ പോലെ പറയാം. ഡാർക്ക് എനർജി വേറെ. ഫിക്ഷൻ പോലെ. ഓക്കെ. ഇവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കറന്റ്ലി ഡാർക്ക് എനർജിയാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്, ഗ്രാവിറ്റി തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഗ്രാവിറ്റി 2 സാധനങ്ങളിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, മാസും ഡിസ്റ്റൻസും. അപ്പോൾ ഈ ഓൾറെഡി ചേർന്നിരിക്കുന്ന സാധനങ്ങൾ, ഒരു ഗാലക്സിനകത്തുള്ള സ്റ്റാർസ് അല്ലെങ്കിൽ ഒരു ഗാലക്സി ക്ലസ്റ്റേഴ്സ്, ഇവരെല്ലാം അടുത്തടുത്തായതുകൊണ്ട് ഇവരെല്ലാം ദൂരോട്ട് തെറിച്ച് പോകേണ്ട നിന്നോളും. പക്ഷേ ഓവർ ലാർജ് ഡിസ്റ്റൻസസ് ഡാർക്ക് എനർജി ജയിച്ചുകൊണ്ടിരിക്കുക. ഡാർക്ക് എനർജി എല്ലാത്തിനും ഇങ്ങനെ വലിച്ച് ദൂരോട്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇഫ് ഡാർക്ക് എനർജി കണ്ടിന്യൂസ് ടു വിൻ ലൈക്ക് ദിസ്, ഈ സാധനങ്ങളെല്ലാം കൂടുതൽ ദൂരെ അകന്നകന്ന് പോകും. അവസാനം ഈ ഒരു ഗാലക്സി ക്ലസ്റ്റർ ഇവിടെ ആയിരിക്കും, മറ്റേ ഗാലക്സി ക്ലസ്റ്റർ കാണാൻ പോലും പറ്റില്ല. ഡാർക്ക് എനർജി അതിനെ അത്ര ദൂരെ കൊണ്ടുപോയിട്ടുണ്ടാവും. പിന്നെ അവിടുന്ന് വേറൊരു ഗാലക്സി ക്ലസ്റ്ററിനെ കാണാൻ പോലും പറ്റില്ല. എല്ലാം അങ്ങ് ഭയങ്കര ദൂരെയായി. ഈ ഉള്ള ഗാലക്സി ക്ലസ്റ്റർ സ്വന്തം ഗ്രാവിറ്റാറിന് ഉള്ളിലേക്ക് വന്ന് എല്ലാ സ്റ്റാർസും പതുക്കെ, ചിലത് പൊട്ടിത്തെറിക്കും, ചിലത് അണങ്ങി എല്ലാം കത്തിത്തീരും. എല്ലാ സ്റ്റാർസും കത്തി, പുതിയ സ്റ്റാർസൊന്നും ഉണ്ടാവില്ല, എല്ലാം കത്തിത്തീരും. പിന്നെ നമ്മൾ ഈ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സും കൂടെ ഇറങ്ങിയാൽ ഇത് മനസ്സിലാവും. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് ഹീറ്റ് ഫ്ലോസ് ഫ്രം എ ഹോട്ട് ബോഡി ടു എ കോൾഡ് ബോഡി. ചൂട് ചായ ഇവിടെ വെച്ചാൽ തണുക്കുമല്ലോ. അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് എനർജി ഇങ്ങനെ സ്കാറ്റർ ആയിക്കൊണ്ടിരിക്കും യൂണിവേഴ്സിൽ. ഒരു ചൂട് ചായ എന്ന് പറഞ്ഞാൽ നിറച്ച് എനർജി കോൺസെൻട്രേറ്റഡ്. നമ്മളിങ്ങനെ വയ്ക്കുക, അതിൽ ഇങ്ങനെ ആറ്റംസ് ഇങ്ങനെ സ്പീഡിൽ വൈബ്രേറ്റ് ചെയ്യുക. നമ്മളിങ്ങനെ കൊണ്ട് വെച്ചാൽ പതുക്കെ ആറ്റംസിൻ്റെ വൈബ്രേഷൻ ട്രാൻസ്ഫർ ആയി എനർജി സ്കാറ്ററും. ഇത് യൂണിവേഴ്സിൻ്റെ അവസാനം സംഭവിക്കും. എല്ലാ സ്റ്റാർസും കത്തി അണങ്ങി പോകുമ്പോൾ എനർജി ഫുൾ ഇങ്ങനെ സ്കാറ്റർ ആകാൻ തുടങ്ങി യൂണിവേഴ്സിൽ. സ്കാറ്റർ യൂണിവേഴ്സ് തണുത്ത് എല്ലായിടത്തും ഒരേ ടെമ്പറേച്ചർ, ഒരേ എനർജിയോ. ആ ഒരു പോയിന്റിൽ പിന്നെ ഒന്നിനും സംഭവിക്കാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ ഹീറ്റ് ഡെത്ത് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഹീറ്റ് ഡെത്ത് ട്രില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞിട്ടല്ല. ഹീറ്റ് ഡെത്ത് ആക്ച്വലി നമ്മൾ ഗൂഗോൾ ഇയേഴ്സ് എന്ന് പറയും, 10⁻100 ഇയേഴ്സ് കഴിഞ്ഞിട്ടൊക്കെ സംഭവിക്കും. ഗൂഗോൾ ഇയേഴ്സ്, ഗൂഗിൾ എന്ന് പറയുന്ന വാക്കൊക്കെ അതിൽ നിന്നാണ് വരുന്നത്. 10⁻100 ഇയേഴ്സ് കഴിഞ്ഞിട്ട് അത് സംഭവിക്കും. അത് ട്രില്യണിനെയൊക്കെ കാട്ടിലും എത്രയോ വലുതാണ്. അപ്പം അത് കുറേ, ഇതാണൊരു സയൻറ്റിസ്റ്റിന് തോന്നുന്ന ഒരു പോസിബിൾ വേ ദാറ്റ് ദ യൂണിവേഴ്സ് മൈറ്റ് എൻഡ് എന്നുള്ളത്. അത് ഇപ്പം അവിടെ അതർ തിയറീസ് ഉണ്ടാവുമല്ലോ. ലൈക്ക് ദിസ് ഇസ് വൺ ഓഫ് എ തിയറി, ലൈക്ക് വി ഡോണ്ട് നോ, മേ ബി ഇൻ അതർ തിയറി. അങ്ങനെ കുറച്ചധികം തിയറീസ് ഉണ്ട്. ഒരു തിയറീസ് ഇനിയുണ്ട്. ഇതാണ് ഏറ്റവും ലൈക്ലി തിയറി. വേറെ ഒരു നമ്മൾ ബിഗ് റിപ്പ് എന്നൊക്കെ പറയും. ബിഗ് റിപ്പ് എന്ന് പറയുന്നത് ഇത് സെയിം. ഇപ്പോൾ ഗ്രാവിറ്റി ഉണ്ട്, ഡാർക്ക് എനർജി ഉണ്ട്. ഡാർക്ക് എനർജി ജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഹീറ്റ് ഡെത്തിൽ. ബിഗ് റിപ്പിൽ ഡാർക്ക് എനർജി ഇനി ശക്തനായി, ഗ്രാവിറ്റിനെ അങ്ങ് അടിച്ച് സൂപ്പാക്കിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഡാർക്ക് എനർജി എല്ലാത്തിനെയും വലിച്ചു നീക്കാൻ തുടങ്ങി. ഇപ്പം സണ്ണും എർത്ത് അടുത്തടുത്തിരിക്കുന്ന ഗ്രാവിറ്റി കാരണമാണ് അതിനെയും തോപ്പിച്ചു. സണ്ണ് പറന്നുപോയി, എർത്ത് പറന്നുപോയി. നമ്മളെല്ലാം ഇങ്ങനെ ഇരിക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സസ് ഒക്കെ കാരണമാണ് അതിനെയും തോപ്പിച്ചു ഡാർക്ക്. നമ്മുടെ ആറ്റംസിനെ എല്ലാം വലിച്ചു കീറാൻ തുടങ്ങി. ഇങ്ങനെ ഇലക്ട്രോൺസും പ്രോട്ടോൺസും ന്യൂട്രോൺസ് എല്ലാം തെറിച്ചങ്ങ് പോയി പല വഴിക്ക്. അതിനെയാണ് നമ്മൾ ബിഗ് റിപ്പ് എന്ന് പറയുന്നത്. റിപ്പായതുപോലെ അതിൻ്റെ പ്രോബിലിറ്റി കുറവാന്നാണ് പറയുന്നത്. ഇൻ കേസ് ഡാർക്ക് എനർജി ഇനി സ്ട്രോങ് ആവുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നത്. വേറെ ബിഗ് ക്രഞ്ച് എന്ന് പറയുന്നുണ്ട്. അത് ഈ ഗ്രാവിറ്റി ജയിക്കുകയാണെങ്കിൽ, ഈ ഫൈറ്റിൽ ഗ്രാവിറ്റി ജയിക്കുകയാണെങ്കിൽ എല്ലാം കൂടെ അടുത്തോട്ട് വരാൻ തുടങ്ങും. അടുത്തോട്ട് വന്ന് എല്ലാം കൂടെ ഒരു ഡെൻസ് ഇതാവും, ആയിട്ടൊരു കംപ്രസ് ചെയ്തൊരു ക്രഞ്ച് ആയിപ്പോവും. അങ്ങനെയാണ് വേറൊരു, അതും സംഭവിക്കില്ല എന്നാണ് പറയുന്നത്. ഈ ഹീഡത്താണ് മോസ്റ്റ് ലൈക്ലി എന്നാണ് വരുന്നത്. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പം ഈ സൺ എന്ന് പറയുന്ന ഒരു സ്റ്റാർ ആണല്ലോ. ഇപ്പം എല്ലാ സ്റ്റാറും ഇതേപോലെ കുറച്ച് ഇവരുടെ ഈ ഫ്യൂവൽ കത്തി തീർന്നു കഴിഞ്ഞാൽ ബ്ലാക്ക് ഡ്രോപ്പ് ആയിട്ട് മാറുമല്ലോ. സോ സണ്ണിനും ഒരു കപ്പാസിറ്റി ഉണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സണ്ണും കത്തി തീരുമ്പോൾ പറഞ്ഞ പോലെ സോളാർ സിസ്റ്റം ഇങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റില്ല. അങ്ങനെ ശരിക്കും സംഭവിക്കുമോ? സോ പിന്നെ ഡെഫിനറ്റ്ലി ഈ സണ്ണെന്ന് പറയുന്നൊരു മീഡിയം സൈസ് സ്റ്റാറാണ്. സണ്ണിൽ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ സണ്ണിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഫ്യൂസ് ചെയ്ത് ഹീലിയം ആയിക്കൊണ്ടിരിക്കുക. ഈ ഒരു പോയിന്റിൽ ഈ ഹൈഡ്രജനൊക്കെ തീരും, പിന്നെ ഹീലിയം ഫ്യൂസ് ചെയ്യും, അങ്ങനെ എല്ലാം ഓരോന്നും തീർന്നു. പിന്നെ അവസാനം ഇതൊരു കാർബണിൻ്റെ ഹൈഡ്രജൻ്റെ ഒരു ബോളായിരിക്കും, ഒരു വെള്ള കളർ ബോളായിരിക്കും. അത് കത്തുകയൊന്നുമില്ല. പിന്നെ അതിന് നമ്മളൊരു വൈറ്റ് ഡ്വാർഫ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഈ വൈറ്റ് ഡ്വാർഫിലെ എനർജി പതുക്കെ പോകാൻ തുടങ്ങും. അങ്ങനെ പതുക്കെയാണ് ഒരു ബ്ലാക്ക് ഡ്വാർഫ് ആവുന്നത്.
അപ്പം അങ്ങനെ സംഭവിച്ച സണ്ണും അങ്ങനെ അതേ എൻ്റെ തന്നെ ആയിരിക്കും. പക്ഷേ ഭൂമിയൊക്കെ അതിന് മുമ്പ് തന്നെ സൺ വിഴുങ്ങും. കാരണം ഈ സൺ അതിന് ഈ വൈറ്റ് ഡ്വാർഫ് ആവുന്നതിന് മുമ്പ് സൺ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യും റെഡ് ജയൻറ്റ് സ്റ്റേറ്റിൽ. കാരണം ഇപ്പം സണ്ണിൻ്റെ ഉള്ളിലെ ഹൈഡ്രജനാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. സണ്ണിൻ്റെ ഉള്ളിലെ ഹൈഡ്രജൻ കത്തി തീരുമ്പോഴത്തേക്കും ഈ സൺ ചുരുങ്ങാൻ തുടങ്ങും. ചുരുങ്ങുന്ന പ്രഷറിൽ സണ്ണിൻ്റെ ഔട്ടർ ലെയറിലുള്ള ഹൈഡ്രജൻ ഫ്യൂസ് ചെയ്ത് കത്താൻ തുടങ്ങും. ഔട്ടർ ലെയർ ഫ്യൂസ് ചെയ്ത് സൺ വലുതാവും. വലുതായി മെർക്കുറിനെ വീനസിന് എർത്തിനേക്ക് അങ്ങ് വിഴുങ്ങും. നമ്മള് മൂന്നാമതല്ലേ അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അയ്യോ. അപ്പൊ ഇപ്പൊ ഓക്കെ, ഇതൊക്കെ സംഭവിക്കണ സമയത്ത് ഹ്യൂമൻസ് അതുവരെ സർവൈവ് ചെയ്യോ ശരിക്കും? അല്ലെങ്കിൽ മനുഷ്യൻ പറയും മനുഷ്യന് ചാൻസ് കുറവാണ്. മനുഷ്യൻ ഒരുപാട് രീതിയിൽ എൻഡ് ചെയ്യാം. സോ നമ്മൾ ഈസിയസ്റ്റ് ഒരു വഴിയാണ് ക്ലൈമറ്റ് ചേഞ്ച്. നമ്മൾ ഇതുപോലെ ഫോസിൽ ഫ്യൂൽസ് കത്തിക്കാനും ബീഫും ചിക്കനും മട്ടണൊക്കെ തിന്നാൻ തുടങ്ങിയ ക്ലൈമറ്റ് ടെമ്പറേച്ചർ കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷേ ക്ലൈമറ്റ് ചേഞ്ചിൽ എനിക്ക് തോന്നുന്നില്ല എല്ലാ മനുഷ്യരും, ഇൻ കേസ് കുറേ ഫ്ലഡ്സ് വരും, നാച്ചുറൽ കലാമിറ്റീസ് വരും, ചൂട് കാരണം ആൾക്കാർ മരിക്കും. പക്ഷേ എല്ലാവരും മരിക്കില്ല പ്രോബബ്ലി. കാരണം ഏതെങ്കിലും അത്ര എഫക്റ്റഡ് ആവാത്ത റീജിയൻസിൽ ഹ്യൂമൻസ് സർവൈവ് ചെയ്യും. സോ ഒരു പാർഷ്യൽ എക്സ്റ്റിങ്ഷൻ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഒരു പാൻഡമിക് വരാം, കോവിഡ് വന്ന പോലെ വേറെ ഏതെങ്കിലും ഒരു പാൻഡമിക് വരാം, ഒരു കുറച്ചുകൂടെ ഒരു സ്ട്രോങ്ങർ ഫേറ്റാലിറ്റി റേറ്റ്സ് ഉള്ള ഇതൊരു സാധനം വന്നാൽ അതിലും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല എല്ലാവരും മരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഐസൊലേറ്റഡ് ട്രൈബ്സോ മാറി ജീവിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ സർവൈവ് ചെയ്യാൻ പറ്റും. അതും പാർഷ്യൽ എക്സ്റ്റിങ്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ന്യൂക്ലിയർ വാർ സംഭവിക്കാം. ന്യൂക്ലിയർ വാർ സംഭവിച്ചാലും എനിക്ക് തോന്നുന്നില്ല എല്ലാവരും മരിക്കുന്നത്. ആരെങ്കിലുമൊക്കെ സർവൈവ് ചെയ്യും. മനുഷ്യൻ മരിക്കാൻ കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ട് ആണെങ്കിൽ പ്രോബ്ലം വല്ല ആസ്ട്രോയിഡും വന്ന് ഇടിക്കണം. സോ ആസ്ട്രോയിഡ് വന്ന് ഇടിച്ചാൽ, വലിയൊരു ആസ്ട്രോയിഡ് വന്ന് ഇടിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ വലിയ ആസ്ട്രോയിഡ് എന്ന് പറയുമ്പോൾ ഞാൻ ആക്ച്വലി ഒരു ഭയങ്കര ഇമ്മൻസ് സൈസ് ഒന്നും വേണ്ട, ഒരു 5 കിലോമീറ്റർ വലിപ്പമുള്ള ഒരു സാധനം വന്ന് ഇടിച്ചാൽ മതി ഭൂമിയിൽ. ആ ഇടിക്കുന്ന റീജിയനിൽ എല്ലാവരും ഇമ്മീഡിയറ്റ്ലി മരിക്കും. പിന്നെ ആ ഇടിയിൽ നിന്നുണ്ടാകുന്ന പുകയും ക്ലൗഡ്സും എല്ലാം ഇങ്ങനെ അറ്റ്മോസ്ഫിയർ കവർ ചെയ്ത് എൻ്റെ ഹ്യൂമൻ റേസ് വൈപ്പ് ഔട്ടോ. ചാൻസസ് കുറവാണ് അങ്ങനെ സംഭവിക്കാൻ. പിന്നെ ക്ലിയർലി ഇതൊന്നും സംഭവിച്ചില്ല, മനുഷ്യൻ തകർത്ത് സർവൈവ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ സൺ ഒരു 400 കോടി വർഷം കഴിയുമ്പം എല്ലാം ഫിനിഷ് ചെയ്തോളാം. അങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം എനിക്ക് അതുവരെ നിൽക്കണമെന്നാണ്. ഞാൻ നിൽക്കില്ല എന്തായാലും. ഓക്കെ, ഇപ്പം ഭൂമിയിൽ ഇപ്പോൾ ഒരു ഉൽക്ക അല്ലെങ്കിൽ ആസ്ട്രോയിഡ് ഇത് വന്ന് നമ്മൾ ഭൂമിയിലേക്ക് ഇടിക്കുകയാണെങ്കിൽ ഭൂമിയുടെ ഷേപ്പ് മൊത്തം മാറുമോ? അതോടുകൂടെ ശരിക്കും ഇതിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണ് ഈ ഒരു ഉൽക്ക എന്ന് പറയുന്നത്? ഇപ്പം ഉൽക്കകൾക്ക് പല സൈസ് ഉണ്ടോ? പിന്നെ ഇതെങ്ങനെയാ ഇവർ ഇതിനെ ഡിസ്ട്രാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മളതിൻ്റെ ഡിഫെൻസ് എടുക്കുന്നത്? സോ ഈ ആസ്ട്രോയിഡ് മോസ്റ്റ്ലി ഉള്ളത് ഈ ജൂപ്പിറ്റർ മാർസിൻ്റെ ഇടയിലുള്ള ഒരു ആസ്ട്രോയിഡ് ബെൽറ്റ്. എനിക്ക് തോന്നുന്നത് ജൂപ്പിറ്ററിൻ്റെ മാർസിൻ്റെ ഇടയിലാണെന്ന്. അവിടെ കുറേ കല്ലുകളുണ്ട് ഇങ്ങനെ. ഈ കല്ല് പലതരം സൈസിൽ വരുന്നത്. മിക്ക കല്ലും ചെറുതാണ്, പ്രശ്നമില്ല. നമ്മുടെ ഭൂമിയിലേക്ക് വന്ന അറ്റ്മോസ്ഫിയറിലെ ഫ്രിക്ഷൻ കാരണം കത്തി അങ്ങ് പൊയ്ക്കോളും. ചില കല്ലുകൾ കിലോമീറ്റർ കണക്കിന് വലുതാണ്. അതൊരു 4-5 കിലോമീറ്റർ സൈസുള്ള അത് ട്രാവൽ ചെയ്യുന്ന 10-50,000 കിലോമീറ്റർ പെർ അവറിലൊക്കെ. അപ്പോൾ ആ സാധനം ഭൂമിയിൽ ഇട്ടിച്ചാൽ തന്നെ നമ്മളെല്ലാവരും മരിക്കും. ആൻഡ് ഭൂമിയുടെ ഷേപ്പ് ഒന്നും മാറില്ല. മേ ബി ഒരു കഷ്ണം തെറിച്ച് പോയാലും ഇവൻച്വലി സ്വന്തം ഗ്രാവിറ്റി പറഞ്ഞത് തിരിച്ചൊരു സ്പിയർ ആവേണ്ടതാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഈ ആസ്ട്രോയിഡ്സ് ഒരു ത്രെറ്റാണ്. എനിക്ക് തോന്നുന്നു മേജർ ത്രെറ്റ്സ് ഒക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, വലിയ ആസ്ട്രോയിഡ്സ് ഏതൊക്കെയാണ് ഉള്ളത്. പിന്നെ എന്നാലും നമുക്ക് അറിഞ്ഞൂടാത്ത ഒരു 10% നമുക്ക് അറിഞ്ഞൂടാ എവിടുന്നെങ്കിലുമൊക്കെ വരുമോന്നൊന്നും. പിന്നെ ഇതിനെതിരെയുള്ള ഡിഫെൻസ് എനിക്ക് അറിഞ്ഞൂടാ. അറ്റ് ദ മോമെന്റ് എനിക്ക് അറിഞ്ഞൂടാ എന്തെങ്കിലും ഡിഫെൻസ് ഉണ്ടോ എന്നൊന്നും. അപ്പൊ ഇതേപോലെ ഉൽക്ക അറ്റാക്ക് വരുന്നു അല്ലെങ്കിൽ ആസ്ട്രോയിഡ് അറ്റാക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല, എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിൽ മേ ബി അവർ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുമായിരിക്കും. മേ ബി ടെക്നോളജി അത്രയ്ക്ക് ഇമ്പ്രൂവ് ചെയ്ത എന്തെങ്കിലും ഒരു ന്യൂക്ലിയർ മിസൈൽ ഇട്ട് അതിനെ പൊട്ടിച്ച് കഷ്ണങ്ങൾ. അറ്റ് ദ മൊമെന്റ് എനിക്ക് തോന്നുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്ന. വന്ന സീനാവും, പക്ഷേ വരില്ല. ഇപ്പൊ ഉടനെ ഒന്നും എന്തായാലും വരാൻ പോകുന്നില്ല. അപ്പൊ ഇനി അത്രേ ഫാർ ഇൻ ടു ദ ഫ്യൂച്ചർ വരികയാണെങ്കിൽ അപ്പോഴേക്കും നമ്മൾ എന്തെങ്കിലും ഇൻവെന്റ് ചെയ്യുമായിരിക്കും. ഇപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനുഷ്യന്മാരെ സംസാരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആൾക്കാർ ഇപ്പൊ ഗ്രാവിറ്റി കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ ബൾബ് കണ്ടുപിടിച്ചു, അത് കണ്ടുപിടിച്ചു, ഇതിനൊക്കെ വേണമെങ്കിൽ മനുഷ്യനൊരു ഇന്റലിജൻസ് എന്ന് പറഞ്ഞൊരു സാധനം കൂടുതലായതുകൊണ്ടാണ്. ഈ ഭൂമിയിൽ തന്നെ പല ജീവജാലങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് മനുഷ്യൻ ഒരു ഇന്റലിജൻസ് കപ്പാസിറ്റി കൂടുതൽ വന്നു? ആൻഡ് വാട്ട് ഈസ് ആക്ച്വലി ഇന്റലിജൻസ്? എനിക്ക് തോന്നുന്നു ഇന്റലിജൻസ് ഒരു ഫോം ഓഫ് ഒരു ചോയ്സസ് തമ്മിലൊരു ചോയ്സ് മേക്കിംഗ് ഇന്റലിജൻസ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം.
ചോയ്സസ് എടുക്കാനുള്ളൊരു ഇതാണ്. ഇപ്പം ഞാൻ ചൂസ് ചെയ്യുന്ന വേർഡ്സ്, ഞാൻ സംസാരിക്കാൻ ഞാൻ ചൂസ് ചെയ്യുന്ന വേർഡ്സ്, ഞാൻ വെള്ളം കുടിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഇപ്പോൾ പൂജ ഇങ്ങനെ ആക്കിക്കൊണ്ട്, ഇതെല്ലാം ചോയ്സസ് ആണ്. ചോയ്സസ് തന്നെ ഒരുമാതിരി ഭയങ്കര ഇൻസ്റ്റിങ്ക്റ്റീവും ആവാം, പ്ലാൻഡും ആവാം. ഇപ്പോൾ ഒരു ആന കുത്താൻ വന്നാൽ നമ്മളായാലും ഓടും, ഒരു പട്ടിയായാലും ഓടും, ഒരു കുരങ്ങനായാലും ഓടും. അത് ഭയങ്കര ഇൻസ്റ്റിങ്ക്റ്റീവ്, അത് ഫിയർ ഇമോഷൻ ഡ്രിവണ, ഒരു ഫിയർ ഇതിൽ നിന്ന് വരുന്നത്, പ്രീ പ്രോഗ്രാംഡാണ് നമ്മൾ ചെയ്യും. പക്ഷേ ഇപ്പം ഇതേ ആന കുത്താൻ വരികയാണെങ്കിൽ ഓക്കെ, മരത്തിൻ്റെ മുകളിൽ കയറണം, ഗുഹയ്ക്കകത്ത് കയറണം, അത് കുറച്ച് പ്ലാൻ ഡിസിഷനാണ്. അതെടുക്കാൻ ഹ്യൂമൻസ് ബാക്കിയുള്ള ആനിമൽസിനെക്കാളും ഇത്രയും കൂടെ കേപ്പബിൾ. അപ്പോൾ കാരണം നമ്മുടെ ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിൻ്റെ റിലേറ്റീവ് സൈസ് കൂടുതലാണ് ബാക്കി ആനിമൽസിന്. നമ്മുടെ ഈ ഏരിയ കുറച്ചുകൂടെ വലുതാണ് ബ്രെയിൻ്റെ. പക്ഷെ ദാറ്റ് സെറ്റ് ബാക്കി ഒരുപാട് ആനിമൽസ് ഭയങ്കര ഇൻ്റലിജൻറ്റാണ്. പന്നി ഒരു എക്സ്ട്രീംലി ഇൻ്റലിജൻ്റ് ആനിമലാണ്. എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു. നമ്മൾ ഈ പന്നി ഫാമിലൊക്കെ പോയ ഈ സാധനത്തിൻ്റെ അവസ്ഥ കാണുമ്പോൾ നമുക്കങ്ങ് സഹിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ പട്ടീനെ കുറിച്ച് ആയ ആനിമൽ ലവർ കുച്ചു പട്ടീനെയൊക്കെ വെച്ച്, ഈ പട്ടീനെക്കാട്ടിൽ ഫാർ മോർ ഇൻ്റലിജൻ്റ് ആ സാധനം. അതിന് ഭയങ്കര ഇമോഷണൽ കേപ്പബിലിറ്റീസും, അതിന് ഗെയിംസ് കളിക്കാൻ പറ്റും, ഫുട്ബോൾ കളിക്കാൻ പറ്റും, ഭയങ്കര ഇൻ്റലിജൻസ്. ആ സാധനത്തിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതാണ് നമുക്ക് ആക്ച്വലി കുറച്ച്. ആൻഡ് ഒരുപാട് അതർ ക്രീച്ചേഴ്സും ഭയങ്കര ഇൻ്റലിജൻ്റ്. ഡോൾഫിൻസ് ഭയങ്കര ഇൻ്റലിജൻ്റ്, ചിമ്പാൻസീസ് ഭയങ്കര ഇൻ്റലിജൻ്റ്, ഡോഗ്സ് ഫോർ ദാറ്റ് മാറ്റർ ഇൻ്റലിജൻ്റ് ആണ്. നമ്മുടെ അത്രയും ഇൻ്റലിജൻ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതുങ്ങളൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് കുറച്ച് മോശമാണ്. ഓൾസോ ഹ്യൂമൻസ് എന്തുകൊണ്ടാണ് ഇത്ര ഇൻ്റലിജൻ്റ് ആകുന്നത്? വൺ ഓഫ് ദ റീസൺസ് അല്ല, മെയിൻ റീസൺ ഇസ് ദിസ്. നമ്മുടെ ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഇത്രയും വലുതാണ്ടാണ് നമ്മൾ ഈ പ്ലാൻഡ് ഡിസിഷൻസ് ബെറ്റർ ആയിട്ട് എടുക്കുന്നത്. ബാക്കി ഡിസിഷൻസ് ഒക്കെ എല്ലാ ആനിമൽസും അതുപോലെ തന്നെ എടുക്കാൻ പറഞ്ഞില്ല. ഇപ്പോൾ ഒരു ത്രെറ്റ് വന്നാൽ നമ്മൾ അടിക്കാൻ നോക്കിയാൽ ഒരു പാറ്റ ഇൻസ്റ്റിങ്ക്റ്റീവ്ലി ഓടും. അതിലല്ല നമ്മൾ ബെറ്റർ ആകുന്നത്. നമ്മൾ ഈ പ്ലാൻ ഡിസിഷൻ മേക്കിംഗ് ആണ് നമ്മൾ ഇത്ര ഇമ്പോർട്ടൻ്റ് ആക്കുന്നത്. അത് എന്തുകൊണ്ട് മനുഷ്യന് വന്നു എന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് എവല്യൂഷണറി റൂട്ട്സിലോട്ട് പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ എം നോട്ട് വെരി ഷുവർ, ബട്ട് ഐ തിങ്ക് ദിസ് ഇസ് വൈ ഇറ്റ് ഇസ്. ഇപ്പം ഒരുപാട് ബിഹേവിയർ മനസ്സിലാക്കണമെങ്കിൽ എവല്യൂഷനിലോട്ട് തിരിയുന്ന ഒരു നല്ലൊരു ഇതാണ്. ഇപ്പം മനുഷ്യൻ വെപ്പൺസ് കണ്ടുപിടിച്ചു. ഓക്കെ, ഒരുപാട് ആനിമൽസിന് സ്ട്രെങ്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. പർട്ടിക്കുലർലി നമ്മളെ പോലത്തെ ലാർജ് ആനിമൽസിന് സ്ട്രെങ്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. പക്ഷേ വെപ്പൺസ് കണ്ടുപിടിച്ച ഉടനെ സ്ട്രെങ്ത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാണ്ടായി. കാരണം ഒരു ഭയങ്കര ശക്തിയുള്ള ഒരുത്തനും അതിൻ്റെ അത്ര ശക്തി ഇല്ലാത്തവനും ഒരു കുന്തമുണ്ടെങ്കിൽ ഇറങ്ങി കൊല്ലാൻ പറ്റും. അപ്പം ആ പോയിന്റിന് ശേഷം പിന്നെ സ്ട്രെങ്ത് ഫർദർ ഇവോൾവ് ചെയ്യുന്ന പോയിന്റ് ഇല്ല. കാരണം ഭയങ്കര ശക്തി ഉണ്ടായിട്ട് എന്ത് കാര്യം? അവൻ കുറേ എനർജി കൺസ്യൂം ചെയ്യും. പക്ഷേ അവൻ്റെ അത്ര സ്ട്രെങ്ത് ഇല്ലാത്ത കുറച്ച് എനർജി കൺസ്യൂം ചെയ്തിട്ട് ഇതേ കുന്തമായിട്ട് കൊല്ലും. അപ്പം സ്ട്രെങ്ത് ഫർദർ ഇവോൾവ് ചെയ്യുന്ന കാര്യമല്ല. അപ്പോൾ ഇവരെങ്ങനെ ഇവോൾവ് ചെയ്യും? ഈ വെപ്പൺ കുറച്ചുകൂടെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആരാ? അവൻ സർവൈവ് ചെയ്ത് കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കും. അതിനൊരു ഇൻ്റലിജൻസ് വേണം വെപ്പൺ ഹാൻഡിൽ ചെയ്യാൻ. ഒരു വഴി മനുഷ്യൻ ഫയർ കണ്ടുപിടിച്ച് ഫുഡ് കുക്ക് ചെയ്യാൻ തുടങ്ങി. മുമ്പെന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒരുപാട് എനർജി കൺസ്യൂം ചെയ്യും. കാരണം ഈ റോ സാധനങ്ങൾ തിന്നുകയാണെങ്കിൽ അതെല്ലാം പ്രോസസ് ചെയ്യണമെങ്കിൽ ഒരുപാട് എനർജി വേണം. പക്ഷേ കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഡൈജസ്റ്റീവ് സിസ്റ്റം ഫാർ ലെസ് എനർജി കൺസ്യൂം ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത സാധനമല്ലേ തിന്നുന്നത്. അപ്പം ആ പോയിന്റിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം ഫർദർ ഇവോൾവ് ചെയ്യേണ്ട. ഒരുത്തൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഭയങ്കര സൂപ്പറാണ്, എൻ്റെ അത്ര സൂപ്പറല്ല, പക്ഷേ രണ്ടുപേരും കുക്ക് ചെയ്താൽ തിന്നുന്നത്. അപ്പം അവൻ എന്തിനാ ഇത്ര എനർജി വേസ്റ്റ് ചെയ്യുന്നു അവൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ? പകരം ആ എനർജി വേറെ സ്ഥലങ്ങളിൽ അലോക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എങ്ങനെ പിടിച്ച് കുക്ക് ചെയ്യാം എന്നുള്ളവന്നെ ആയിരിക്കും കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇൻ്റലിജൻസ് ഇവോൾവ് ചെയ്യും. പിന്നെ ഹ്യൂമൻസ് സോഷ്യൽ ക്രീച്ചേഴ്സ് ആണല്ലോ. ഒറ്റയ്ക്ക് നിന്ന് ഒരു മനുഷ്യനും സർവൈവ് ചെയ്തിട്ടില്ല. ട്രൈബായിട്ടാണ് നിന്നിട്ടുള്ളത്. ആൻഡ് ആ ട്രൈബിൽ കൂടുതൽ സർവൈവ് ചെയ്യാൻ പോകുന്നത് കൂടുതൽ സോഷ്യൽ ഇൻ്റലിജൻസ് ഉള്ളവനാണ്, കൂടുതൽ ബോണ്ട്സ് ഉണ്ടാക്കാൻ പറ്റുന്നവനാണ്, കൂടുതൽ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നവനാണ്. അപ്പോൾ അങ്ങനെ മനുഷ്യൻ്റെ ഇൻ്റലിജൻസ്, സോ ഈ റീസൺസ് ഒക്കെ കാരണമാണ് മനുഷ്യൻ്റെ ഇൻ്റലിജൻസ് ഇങ്ങനെ എക്സ്പോണൻഷ്യലി ഇവോൾവ് ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് എൻ്റെ തോന്നൽ. ഇപ്പൊ ഇത്രയൊക്കെ മനുഷ്യന്മാർ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണെന്ന് പറഞ്ഞാൽ പോലും എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് ആൾക്കാർ ഇന്നും നമ്മളിപ്പോൾ ഈ സ്റ്റാർസിനെ പറ്റിയിട്ട് കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് പറയുമ്പം നമ്മൾ ഇന്നും ഈ ജ്യോത്സ്യം അല്ലെങ്കിൽ ജാതകം, ഹോറോസ്കോപ്പ് ഒക്കെ നോക്കുന്ന ആൾക്കാരാണ്. സോ ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊക്കെ നോക്കുന്നതിൽ അർത്ഥമുണ്ടോ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു അർത്ഥം തോന്നുന്നില്ല. കാരണം സ്റ്റാർസ് ഇപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരാളുടെ ജനിച്ച ഒരു സ്റ്റാറിൻ്റെ നിലയും ഇതൊക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റാർസ് സ്റ്റില്ലായിട്ട് നിൽക്കണമല്ലോ. പക്ഷെ സ്റ്റാർസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു അപ്രോച്ചിനോട് ലൈക്ക് ഒരു ജ്യോത്സ്യം, ജാതകം, മെയിനായിട്ട് ഞാൻ അതാ ചോദിക്കണേ. ഇപ്പം നമ്മൾ ഇത്രയും സ്റ്റാർസ് ഉണ്ട്, ശരിയാണ്, നമുക്ക് സോഡിയക് സൈൻ എന്നാൽ ശരിക്കും ആക്യുറേറ്റ് അല്ല എന്നൊക്കെയാണ് കേൾക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിനോട് എന്താ അനന്തരാമൻ്റെ ഒരു കാഴ്ചപ്പാട്? എനിക്ക് പേഴ്സണലി ഞാൻ ഇതിൻ്റെ നെഗറ്റീവ് എഫക്ട്സ് ആണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് അത്ര ഒരു താല്പര്യമുള്ളൊരു സാധനമല്ല. ഇപ്പം എനിക്ക് പരിചയമുള്ള പലരും നല്ല കല്യാണാലോചന വരുമ്പോൾ അയ്യോ ജ്യോത്സ്യം പറഞ്ഞു, ജാതക, അപ്പം എനിക്ക് തോന്നി ഇത് എന്നിട്ട് എനിക്ക് കല്യാണം കിട്ടുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കും. അത് എന്തിനാണ് നിങ്ങൾ അനാവശ്യമായിട്ട് ഇതിലൊക്കെ വെറുതെ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നത്? പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ
ഇപ്പൊ ഈ നമ്മൾ ഈ പഴയ ആൾക്കാരെ പറയണ്ട, യൂത്തിന്റെ ഇടയിൽ ആസ്ട്രോളജി പോപ്പുലർ ആണ്, ഈ ഹൊറോസ്കോപ്പ് സോഡിസം. ഇറ്റ്സ് ലൈക്ക് മെയിൻലി ഇൻ ആപ്പ് ആക്ച്വലി. അതെ അതെ, ആസ്ട്രോ ടോക്കോ അങ്ങനെ നിസാരത്തിന്റെ ഒക്കെ ഇതിൽ യൂട്യൂബിന്റെ പരസ്യം വരും, ആസ്ട്രോ ടോക്ക് എന്നൊക്കെ പറഞ്ഞ്. ബെസ്റ്റ്. അപ്പം എനിക്ക് ഈ ആസ്ട്രോളജിയിൽ വിശ്വസിക്കുന്നവർക്ക് പോലും ആക്ച്വലി ശരിക്കും എന്താ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാത്തുള്ളത് എനിക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആണ്. ശരിക്കും എന്താ സംഭവിക്കുന്നത്, നമ്മുടെ സണ്ണ് ഇതാണെന്ന് വിചാരിക്കുക, ഭൂമി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങ് ദൂരെ ഇവിടെ എല്ലാം ഓരോരോ കോൺസ്റ്റലേഷൻസ് ഉണ്ട്. അപ്പോൾ ഭൂമി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഞാൻ ജനിച്ചപ്പം ഭൂമി ഇവിടെയായിരുന്നു. സണ്ണിൻ്റെ ബാക്കിലുള്ള കോൺസ്റ്റലേഷൻ എന്താണ്, അതാണ് എൻ്റെ സോഡിയാക്ക്. അപ്പം എൻ്റെ ലിബ്രയാണ്. അപ്പം ഞാൻ ഇവിടെ ആയിരിക്കുമ്പം എൻ്റെ ഭൂമി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പം സൺറൈസിന് തൊട്ട് മുമ്പ് ഞാൻ കാണാൻ പോകുന്ന ആ കോൺസ്റ്റലേഷനാണ്. പിന്നെ ഞാൻ നോക്കുമ്പോൾ സൺ വന്ന കോൺസ്റ്റലേഷൻ അങ്ങ് മറച്ചു. അപ്പം ഞാൻ ജനിച്ചപ്പോൾ അതായിരുന്നു കോൺസ്റ്റലേഷൻ, അതിനെ സൺ മറച്ചു, അതാണ് ലിബ്ര എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് ഓരോരുത്തരുടെയും കോൺസ്റ്റലേഷൻസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. പ്രശ്നം എന്താ പറഞ്ഞാൽ ഭൂമി ഇങ്ങനെയാണല്ലോ, നേരെയല്ലല്ലോ, ഒരു 23 ഡിഗ്രി എന്തോ ടിൽസ് ഉണ്ടല്ലോ. ഈ സാധനത്തിനൊരു പ്രിസിഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ആക്സിൽ. ഭൂമി ഇങ്ങനെ ഒരു പമ്പരം പോലെ ഇങ്ങനെ വോബിൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ 10-25 വർഷത്തിൽ ഈ സാധനം ഇങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യും. ഈ പമ്പരം പോലെ ഇങ്ങനെ വോബിൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് 2000 വർഷം മുമ്പ് പറഞ്ഞതാ. ഓക്കെ, ഒക്ടോബർ ആണെങ്കിൽ ഇത് ലിബ്ര, ഇത് വെർഗോ, സ്കോർപ്പിയോ. ഈ സാധനം ഇങ്ങനെ തിരിഞ്ഞതുകൊണ്ട് തന്നെ ഇത് ഫുൾ മാറി. ഇപ്പം എല്ലാവരും ഒരു സോഡിയാക് സൈൻ മുന്നോട്ടാണ് വായിക്കുന്നത്. ഇപ്പം ഞാൻ ശരിക്കും ലിബ്ര ഒന്നുമല്ല, ഞാൻ അന്നത്തെ ലിബ്ര ആയിരുന്നു, ഇപ്പം ഞാൻ വെർഗോ. അപ്പൊ എല്ലാരും അവരുടെ തെറ്റ് ഏതാ ഒറിജിനൽ, ഇപ്പൊ ഏതാന്ന് വിശ്വസിച്ചേക്കുന്നത്. അപ്പൊ അതിന് മുമ്പത്തെ ഏതാ, അതാണ് ശരിക്കും ഉള്ളത്. ലിയോ. അപ്പൊ ഇപ്പൊ പൂജ എന്താ ചെയ്യാ, ഇപ്പൊ ഞാൻ ലിബ്ര നോക്കിട്ട് കറക്റ്റ് തന്നെ. ഇപ്പൊ എന്റെ പോലും അല്ല, വേറെ ഏതൊരുത്തന്നെ നോക്കിയിട്ടെങ്കിലും സൂപ്പർ ആയിട്ടുണ്ട്. ആൻഡ് അതിന്റെ ഇതെന്ന് പറഞ്ഞാൽ ഇത് ഫുൾ ഇങ്ങനെ നമ്മൾ ബാർണം സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയല്ലോ. ഏത് മനുഷ്യനെ വായിച്ചാലും ഇത് എന്നെ പറ്റി തന്നെ എഴുതിയിരിക്കുന്നത്. കാരണം അതിലൊരു 10 സാധനം എഴുത്തുണ്ടായിരിക്കും, 5 സാധനം തെറ്റായിരിക്കും, 5 സാധനം കറക്റ്റ് ആയിരിക്കും. ആ 5 സാധനം നമ്മൾ കൺഫർമേഷൻ ബയസ് കാരണം ഈ 5 സാധനം കറക്റ്റ്, അപ്പോൾ ഇതെന്നെ പറ്റി തന്നെ. അങ്ങനെയുള്ളൊരു സാധനമാണ് ഇതിൽ മോസ്റ്റ്ലി സംഭവിക്കുന്നത്. സോ എനിക്ക് ഇതിനോട് വലിയ, പിന്നെ പറഞ്ഞല്ലോ ഈ സ്റ്റാർസ് എല്ലാം മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ലിയോ ലയണാണെന്ന് പറയുന്നു, ഒരു 10 ലക്ഷം വർഷം കഴിഞ്ഞാൽ ലിയോനെ കാണാൻ വേറെ ടെലിസ്കോപ്പ് പോലെ ഇരിക്കും. അപ്പം പിന്നെ നമ്മളെങ്ങനെ പറയും ലിയോ ടെലിസ്കോപ്പ് ശക്തിയുടെ പ്രതീകമാണ്. സോ ഇതൊന്നും വലിയ സെൻസ് ഉണ്ടാക്കുന്നില്ല. പിന്നെ രസം, പിന്നെ മെയിൻ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാർസ് നമ്മുടെ പുറത്ത് എന്തെങ്കിലും ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് നമ്മൾ വിശ്വസിക്കരുത്. കാരണം സ്റ്റാർസിന് ആകെ എക്സേർട്ട് ചെയ്യാൻ പറ്റുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ഫോഴ്സ്, വീക്ക് ഫോഴ്സ്, 4 ഫോഴ്സ് ഉള്ളത്. സ്ട്രോങ് ഫോഴ്സും വീക്ക് ഫോഴ്സും അറ്റോമിക് ന്യൂക്ലിയർ ലെവലിൽ. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് അത് എക്സേർട്ട് ചെയ്യില്ല, കാരണം അതൊരു ന്യൂട്രൽ ഒബ്ജക്റ്റാണ്. അതിന് നമ്മുടെ പുറത്ത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യേണ്ട. ഗ്രാവിറ്റി മാത്രമേ അതിന് എക്സേർട്ട് ചെയ്യാൻ പറ്റൂ. പക്ഷെ അത് സോ ഫാർ അവേ. ഗ്രാവിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് സ്ക്വയർ. സോ ഇറ്റ്സ് എക്സ്ട്രീംലി ഫാർ അവേ. ഞാൻ ജനിക്കിപ്പം എൻ്റെ സൈഡിൽ ഈ കപ്പ് ഉണ്ടെങ്കിൽ ആ കപ്പിന് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കും എൻ്റെ പുറത്ത് ഈ ഇതിനേക്കാളും, സ്റ്റാറിനേക്കാളും. ഹൗവെവർ എനിക്ക് തോന്നുന്നു നമ്മളെ ജനന മാസം വേറെ സട്ടിൽ രീതികളിൽ നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നുണ്ട്. ഈ സ്റ്റാർസ് കാരണമല്ല, സ്റ്റാർസും സൂപ്പർ നാച്ചുറൽ ഒന്നുമല്ല, അത് നമ്മുടെ ഒരു സോഷ്യൽ സിസ്റ്റം കാരണമാണെന്ന് തോന്നും. ഇത് ഞാൻ ഏതോ നിസ്സാര എപ്പിസോഡിൽ പറഞ്ഞ് ഞാൻ മറന്നുപോവുകയും ചെയ്തു. എന്തോ കാനഡയിലാണോ എന്തോ അവരുടെ ഹോക്കി ടീമിനെ അനലൈസ് ചെയ്തു. അവർ മനസ്സിലാക്കിയ ഹോക്കി ടീംസിലെ മെജോറിറ്റി പ്ലേയേഴ്സും ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ജനിച്ചവർ. അപ്പോൾ ഇവരെന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഇവരിത് ബാക്കിലോട്ട് പോയി അനലൈസ് ചെയ്തു. അപ്പോൾ മനസ്സിലായി ഹോക്കി ടീമിലോട്ടുള്ള സെലക്ഷൻ 6ാം ക്ലാസ്സിലാണ് തുടങ്ങുന്നത്. 6ാം ക്ലാസ്സിൽ ജനുവരിയിൽ ജനിച്ച ഒരുത്തനും ഡിസംബറിൽ ജനിച്ച ഒരുത്തനും രണ്ടുപേരും 6ാം ക്ലാസ്സിലായിരിക്കുമല്ലോ. ഇപ്പം ഞാൻ ജനുവരി 2 ജനിച്ചു, എൻ്റെ ഫ്രണ്ട് ഡിസംബർ 10 ജനിച്ചു, രണ്ടുപേരും 6ാം ക്ലാസ്സിൽ തന്നെയാണ്. പക്ഷേ ഇത് വളരുന്നൊരു സ്റ്റേജ് ആയതുകൊണ്ട് ജനുവരി ജനിച്ചവനൊരു 10 മാസം എക്സ്ട്രാ ഉണ്ട്. അപ്പം അവന് കുറച്ചുകൂടെ വളർച്ചയും ബുദ്ധി വളർച്ചയും എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ അവൻ ക്വാളിഫൈഡ് ആവാനുള്ള ചാൻസ് കൂടുതൽ. അപ്പം ക്വാളിഫൈഡ് ആവും, അവന് ഫർദർ ട്രെയിനിങ് കിട്ടാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ ഇത് ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ജനിക്കുന്ന മാസത്തിന് എന്തെങ്കിലും ഒരു രീതിയിൽ മേ ബി എഫക്റ്റീവ് ആയിരിക്കും നമ്മുടെ ലൈഫിനെ. അതിന് ഒരുപാട് ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നൊക്കെ പറയല്ലോ, ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഡിറ്റർമിൻ ചെയ്യാൻ. പക്ഷേ ഈ സ്റ്റാർസിന് അതിനെന്തെങ്കിലും ചെയ്യാനുണ്ടോ? അപ്പൊ ഞാൻ നോക്കാം, സ്പേസിലെ ടൈം അല്ലല്ലോ ഇവിടുത്തെ നമ്മൾ നോക്കട്ടെ, സമയം ഒക്കെ അത് ആക്യുറേറ്റ് അല്ല. അപ്പൊ ഞാൻ അതൊക്കെ അതെ സമയവും അവിടത്തെ ഒക്കെ ഡിഫറെന്റ് ആണ്. ഇവിടുത്തെ ഗ്രാവിറ്റി ഒക്കെ ഡിഫറെന്റ് ആണ്. അതേപോലെ തന്നെ ഇപ്പൊ മനുഷ്യ ഹോറോസ്കോപ്പ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ഒരു പോർഷ് വെർഷനാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നൊക്കെ സാധനം. ഇപ്പൊ നമ്മളിപ്പോ ഇത്രയും നേരം യൂണിവേഴ്സിനെ പറ്റി സംസാരിച്ചോണ്ടാണ് ഞാൻ ചോദിക്കണേ, ഇപ്പം യൂണിവേഴ്സ് നമുക്ക് ഉത്തരം തരും. യൂണിവേഴ്സിനോട് ചോദിച്ചാൽ
അത് 11 ചോദിക്കണം മനസ്സിലായി. എന്ന് പറയുന്ന ഒരു സാധനം. ശരിക്കും ഈ മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ ആൻഡ് ദാറ്റ് 11 തിയറി വർക്ക് ആവുന്ന സാധനമാണോ? എനിക്ക് ഒബ്വിയസ്ലി ഒന്നും വിശ്വാസമില്ല. സോ ജനറലി നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ തോട്ട്സിന് ജനറലി നമ്മുടെ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്കൊരു കളക്ടർ ആവണം എന്ന് വിചാരിച്ചോണ്ട് മേ ബി ഞാൻ കുറച്ചുകൂടെ അതിനുവേണ്ടി ചെയ്യുമായിരിക്കും. മൈ ഓൺലി പ്രോബ്ലംസ് യുവർ തോട്ട്സ് കനോട്ട് എഫക്ട് ദ എക്സ്റ്റേണൽ റിയാലിറ്റി. ഞാൻ ഇവിടെ ഇരുന്ന് പൂജയുടെ കൈയൊടിയണേ ഇരുന്ന് ആദർശം പൂജയുടെ കൈയൊടിയാനൊന്നും പോകണില്ല. ഇതെൻ്റെ ബ്രെയിനകത്ത് ഒരു കെമിക്കൽ സിസ്റ്റത്തിനകത്തൂടെ കറണ്ട് പോകുന്നത്, ഇതിനകത്തൂടെ ചുമ്മാ ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഈ പറയുന്നില്ല. ഈ ഇലക്ട്രോൺ അങ്ങോട്ടും ഇങ്ങോട്ടും പോയെന്ന് പറഞ്ഞുകൊണ്ട് പൂജയുടെ കൈ എങ്ങനെ ഒടിയാൻ? അതിന് എൻ്റെ ശരീരത്തിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ഹോർമോൺസിനെ കൺട്രോൾ ചെയ്യാനേ പറ്റൂ. അപ്പോൾ അതാണ് എനിക്ക് പ്രശ്നം. ഈ നമ്മൾ ഒരുപാട് സെൽഫ് ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുക്കുക. എൻ്റെ ചിന്തകൾക്ക് എന്തൊക്കെയോ അതുണ്ട്, എൻ്റെ ചിന്തയ്ക്ക് മാജിക് പവർ ഉണ്ട്, യൂണിവേഴ്സ് എന്നെ ഇത് എഗെയിൻ ഇറ്റ്സ് ഫോർ കംഫർട്ട്, ഐ ഹാവ് നോ പ്രോബ്ലം. ഇത് നിങ്ങൾക്കൊരു സുഖവും സമാധാനവും തരുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എന്നെ ഇവിടെ നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കുന്ന എൻ്റെ അഭിപ്രായത്തിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് തരുന്നതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നത്. ഇപ്പം എനിക്ക് പരിചയമുള്ള ആൾക്കാർക്കൊക്കെ ഇതിൽ വിശ്വാസമുണ്ട്. ലെറ്റ്സ് പൂജ മാനിഫെസ്റ്റേഷനിൽ വിശ്വാസമുള്ള ഒരാളാണ്. പൂജൻ്റെ അടുത്ത് മാനിഫെസ്റ്റേഷനെ പറ്റി ഇങ്ങനെ വാദം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചൊന്നും പറയാനൊന്നും പോകുന്നില്ല. ഞാൻ ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കും. കാരണം എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്തോ ഒരു സുഖം തരുന്നുണ്ടെന്ന്. പക്ഷേ എൻ്റെ ഒപ്പീനിയൻ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം, ഇതൊരു റിയൽ തിങ് അല്ല. നിങ്ങളുടെ തോട്ട്സിന്, നിങ്ങളുടെ ആക്ഷൻസിന് നിങ്ങളുടെ ബോഡീനെയൊക്കെ എഫക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ നിങ്ങളുടെ തോട്ട്സിന് എക്സ്റ്റേണൽ റിയാലിറ്റീനോ യൂണിവേഴ്സിനെ ഒന്നും എഫക്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ യൂണിവേഴ്സിന് എക്സ്റ്റേണൽ റിയാലിറ്റിക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു താല്പര്യമില്ല. ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ പല അഫർമേഷനും കൊണ്ട് നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും മാറും എന്നൊക്കെ പറയുന്ന, ഇപ്പം ഈ പറഞ്ഞ പോലെ അതുപോലെ മനുഷ്യൻ അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇപ്പം പറഞ്ഞ ലവ്, ഭയങ്കര അട്രാക്ഷൻ, എന്താ പറയാ, ഞാൻ ഇപ്പൊ അവളെന്നെ തിരിഞ്ഞു നോക്കും എന്നൊക്കെ പറയുന്ന ഒരു സാധനം. ആൻഡ് ഓൾസോ ഐ വാച്ച് യുവർ എപ്പിസോഡ് ലൈക്ക് അബൌട്ട് ലവ് എന്നുള്ളൊരു സാധനം. പിന്നെ ലവ് ഇസ് എ കെമിക്കൽ ഡാൻസ് ഇൻ അവർ ബോഡി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. സോ ഇതെല്ലാം കൊണ്ട് ചോദിക്കാം, ഇപ്പൊ യൂണിവേഴ്സിനൊക്കെ ആയതുകൊണ്ടും ചോദിക്കാം, ലവ് എന്നുള്ള ഒരു കോൺസെപ്റ്റിനോട് എന്താ പറയാനുള്ളത്? ലൈക്ക് വാട്ട് ഇസ് ലവ്, ഈ ലൈഫ് പറയുന്ന പോലെ? സോ ഈ നമുക്ക് ചില സ്ഥലത്ത് നമ്മൾ വോളണ്ടറിലി നമ്മുടെ ലോജിക്ക് ഒന്ന് ഇത്തിരി മാറ്റി വയ്ക്കും. ചില വലിയ സയൻറ്റിസ്റ്റ് ദൈവത്തെ വിശ്വസിക്കുന്നത് നമുക്ക് കാണാം. അതെനിക്ക് പർപ്പസ്ഫുള്ളി തോന്നുന്നു അവർ അങ്ങോട്ട് അവരുടെ ലോജിക്ക് കൊണ്ട് അവർ താല്പര്യപ്പെടുന്നില്ല. അവരങ്ങോട്ട് ലോജിക്ക് അങ്ങ് സപ്രസ് ചെയ്യുക. നമ്മൾ ഈ ലവിൻ്റെ റൂട്ട്സൊക്കെ തേടിപ്പോയാൽ നമുക്ക് മനസ്സിലാവും ഇതൊരു കെമിക്കൽ റിയാക്ഷനാണ്, അതാണ്. പക്ഷേ എന്തിനാ എല്ലാത്തിനും ലോജിക്ക് അപ്ലൈ ചെയ്യുന്ന ലൈഫിൽ? കുറച്ച് ആർട്സി ആയിട്ടിരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ലവ്, ബ്യൂട്ടി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ലോജിക്ക് അപ്ലൈ ചെയ്യാത്തതാണ് നല്ലത്. അതുകൊണ്ട് ഞാൻ ജനറലി എൻ്റെ ഒരു ലോജിക്കൽ സൈഡ് താഴ്ത്തി വയ്ക്കാൻ ശ്രമിക്കുന്നൊരു സാധനമാണ് ഈ ലവ് എന്ന് പറയുന്നത്. നമ്മളതിൽ ഒരുപാട് ലോജിക്കലായിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ലവ് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ഹോൾ ആണെന്നാണ് നമുക്ക് പറയാം. ലൈക്ക് അതിൻ്റെ ഉള്ളിൽ ഇനി എന്തൊക്കെയാണ് നടക്കുന്നത്, ഏതൊക്കെ നമുക്ക് അടുത്തിരിക്കുന്ന ആളുടെ മനസ്സറിയാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയണ പോലെ. അപ്പം കണക്ട് ചെയ്ത് ഞാൻ ചോദിക്കാം കേട്ടോ. അപ്പം ബ്ലാക്ക് ഹോളും ഇവന്റ് ഹൊറൈസണും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്ക് എനിക്ക് ഇന്നേ വരെ ഇപ്പം ലവ് മനസ്സിലാവാത്ത പോലെ എനിക്കും മനസ്സിലാവാത്തൊരു ടോപ്പിക്കാണ് ഈ ബ്ലാക്ക് ഹോൾ, ഇവന്റ് ഹൊറൈസൺ എന്ന് പറയുന്നത്. ശരിക്കും എന്താണത്? ഇല്ല, ബ്ലാക്ക് ഹോൾസ് ഇതൊക്കെ നമുക്ക് മാത്തമാറ്റിക്കലി സ്റ്റഡി ചെയ്യാൻ പറ്റിയ സാധനങ്ങളല്ല പോലെ. സോ ബ്ലാക്ക് ഹോൾസ് ജനറലി ചില സ്റ്റാർസ് ഭയങ്കര വലുതാണെങ്കിൽ ആ സ്റ്റാർസിലെ ഫസ്റ്റ് ഹൈഡ്രജൻ കത്തിത്തീരും, ഹീലിയം കത്തിത്തീരും, ഓരോ സാധനങ്ങളായിട്ട് കത്തിത്തീർന്ന് ലാസ്റ്റ് ഈ സാധനം പൊട്ടിത്തെറിച്ചിട്ട് ബാക്കി ഒരു കഷ്ണം വരും. ആ കഷ്ണം ഭയങ്കര വലുതാണെങ്കിൽ സ്വന്തം ഗ്രാവിറ്റി കാരണം അതിങ്ങനെ ഇംപ്ലോഡ് ചെയ്ത് ഒരൊറ്റ പോയിന്റ് ഇൻ സ്പേസ് ആവും. ആൻഡ് ആ പോയിന്റിൻ്റെ ഒരു ചുറ്റുവട്ടത്തൂടെ ഒന്നിനും ട്രാവൽ ചെയ്യാൻ പറ്റില്ല, കാരണം എല്ലാത്തിനും ആ പോയിന്റ് വിഴുങ്ങും. അപ്പം ആ സിംഗിൾ പോയിന്റിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ദൂരം വരെ നമുക്ക് സേഫായിട്ട് പോകാൻ പറ്റും. അതിനുശേഷം ക്രോസ് ചെയ്ത് പോയാൽ ലൈറ്റിനെ വരെ വിഴുങ്ങും ആ സാധനം. അപ്പോൾ ആ പർട്ടിക്കുലർ ബൗണ്ടറീനെയാണ് നമ്മൾ ഇവന്റ് ഹൊറൈസൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതാണ് ഒരു ബ്ലാക്ക് ഹോൾ. ആ ഒരു സിംഗുലാരിറ്റി ആണ്. അതിൽ നിന്നൊരു പർട്ടിക്കുലർ ദൂരം വരെ നമുക്ക് ഇങ്ങനെ പോകാം. ഇപ്പോൾ ഒരു സ്പേസ് ഷിപ്പാണ്, ഇത് സിംഗുലാരിറ്റി ആണ്, ഇതുവരെ പോകാം. ക്രോസ് ചെയ്ത ഈ സാധനം വീഴുന്നു. അപ്പോൾ ഈ ഒരു റീജിയനെയാണ് നമ്മൾ ബ്ലാക്ക് ഹോൾ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഓക്കെ, ഇപ്പം നമ്മൾ നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റിൻ്റെ എൻഡിലേക്ക് വരാണ്. സോ ഇപ്പോൾ ഒബ്വിയസ്ലി അനന്തരാമൻ നിസാര എന്നുള്ള ചാനലല്ലാതെ ഫൊഗോട്ടൻ മലയാളം മൂവീസ് എന്ന ചാനലുണ്ട്. സോ ഐ ജസ്റ്റ് വോണ്ട് ടു ആസ്ക് യു, ഇപ്പം ലൈഫിൽ ഭയങ്കര മൂവി ഇപ്പിച്ച, അല്ലെങ്കിൽ ഇതേപോലെ ഇപ്പോൾ സൈഫൈയും പറയാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള പടങ്ങൾ ഏതെങ്കിലും ഒരു 3-4 സജഷൻ പറയാൻ പറഞ്ഞു.
ഇല്ല, എനിക്ക് മൂവി ഏൽപ്പിച്ച പടങ്ങളാണെങ്കിൽ പ്രോബ്ലം ഇമോഷണൽ മൂവീസൊക്കെ ആയിരിക്കും. ഇപ്പം മലയാളത്തിലാണെങ്കിൽ എനിക്ക് ഈ സിനിമ മറ്റേ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന് പറയുന്ന സിനിമ ഭയങ്കര ഇഷ്ടം. അമ്മൂമ്മേൻ്റെയും കൊച്ചുമോളിൻ്റെയും. അല്ലെങ്കിൽ തമിഴിൽ എനിക്ക് വാരണായിരം ഭയങ്കര ഇഷ്ടം, അച്ഛൻ്റെയും മോൻ്റെയും ഉണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഇമോഷണൽ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഒന്നാമത് ഇത്രയും സയൻസ് ഒക്കെ ഇരുന്ന് വായിക്കുന്നില്ലേ, ഇനി സയൻസ് സിനിമയും കൂടെ ഇരുന്ന്. സോ യു റീഡ് ലോട്ട് അല്ലേ ഈ സിനിമ കാണുന്നേക്കാളും. ഓക്കെ, അപ്പോൾ ദെൻ സൈഫൈ മൂവീസ് ഇഷ്ടമല്ല ഏതെങ്കിലും മൂവീസ്, ദെൻ ബുക്സ് റെഫറൻസിന്. സയൻസ് ഫിക്ഷൻ മൂവീസ് എനിക്കിപ്പോൾ ഈ ഇൻ്റർസ്റ്റെല്ലർ ഇഷ്ടമാണ്, മാൻ ഫ്രം എർത്ത് ഇഷ്ടമാണ്, മൂൺ ഇഷ്ടമാണ്, ഗ്രാവിറ്റി ഇഷ്ടമാണ്. നല്ല സിനിമകളാണ് ഇതെല്ലാം. പിന്നെ ബുക്സ് ഒരുപാട് നല്ല സയൻസ് ഫിക്ഷൻ ആണെങ്കിൽ ഐസക് അസിമോവിൻ്റെ ഉണ്ട്, റേ ബ്രാഡ്ബറി, ഹാർൽ നെൽസൺ, ഇവരൊക്കെ റൈറ്റേഴ്സാണ്. പഴയ 70s സയൻസ് ഫിക്ഷൻ റൈറ്റേഴ്സ്. അവരൊക്കെ ഒരുപാട് നല്ല ഷോർട്ട് സ്റ്റോറീസും ബുക്സും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഒരുവിധം എല്ലാവരും ചിലപ്പോൾ ഒന്ന് കുറച്ചുകൂടെ ഒരു ബെറ്റർ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇൻസ്റ്റഗ്രാമിലെങ്കിലും ഇടാൻ വേണ്ടിയാണ് ഈ ഹോമോ സാപ്പിയൻസ് എന്ന് പറഞ്ഞ ബുക്ക്. സാപ്പിയൻസ് ആക്ച്വലി നല്ല ബുക്കാണ്. പിന്നെ സൂപ്പർ ബുക്കല്ലേ സാപ്പിയൻസ്. സെക്കൻഡ് പാർട്ട് ഡിയൂസ് ഉണ്ട്. ഡിയൂസ് സാപ്പിയൻസിനെക്കാളും നല്ല. അപ്പം അതിൽ നിന്ന് ഒരുപാട് അണ്ടർസ്റ്റാൻഡിങ് വരും ഈ എവല്യൂഷൻ്റെയും, മനുഷ്യൻ തന്നെ എത്ര സ്പീഷീസ് ആയിരുന്നു ആദ്യം, എന്തുകൊണ്ട് ഹോമോ സാപ്പിയൻസ് മാത്രം, ബാക്കിയുള്ള നിയാൻഡർതാൽസ് എവിടെ പോയി, ബാക്കി സ്പീഷീസ് എല്ലാം എവിടെ പോയി, അവരെ നമ്മൾ കൊന്നതാണോ, നിയാൻഡർതാൽസ് നമ്മൾ ഇൻ്റർബ്രീഡ് ചെയ്തോ, എല്ലാം മനസ്സിലാക്കും. ഒരു ഭയങ്കര നല്ല ബുക്ക്. അപ്പം 2 ബുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ജസ്റ്റ് ഫോർ ദ നോളജ്, ഇപ്പം ഈ ഇതേപോലെ നിങ്ങൾക്ക് നല്ല ബുക്ക് ഒന്ന് ട്രൈ ചെയ്യുമെന്ന് പറയാനുണ്ടെങ്കിൽ ഏതായിരിക്കും പറയുന്നത് നമ്മുടെ ഓഡിയൻസിന്? സാപ്പിയൻസ് ഡെഫിനറ്റ്ലി വായിച്ച് നോക്കാം, പക്ഷെ അത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടെങ്കിൽ അത് പറയുന്നില്ല. ഷോർട്ട് ഹിസ്റ്ററി ഓഫ് നിയർലി എവറിത്തിങ് എന്ന് പറഞ്ഞ ബുക്ക് ഭയങ്കര നല്ല. അത് എല്ലാത്തിനെയും പറ്റി ഡിസ്കസ് ചെയ്യും, സയൻറ്റിസ്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യും, കെമിസ്ട്രി, ഫിസിക്സ്, ജിയോളജി, ഹിസ്റ്ററി എല്ലാം ഡിസ്കസ് ചെയ്യുന്നൊരു ബുക്ക് ഷോർട്ട് ഹിസ്റ്ററി ഓഫ് നിയർലി എവറിത്തിങ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ആൻ ഇമ്മൻസ് വേൾഡ് എന്ന് പറഞ്ഞൊരു ഭയങ്കര നല്ല ബുക്കാണ്. ഇമ്മൻസ് വേൾഡ് ഇതൊക്കെ നോൺ ഫിക്ഷൻ ആണ്. ഇമ്മൻസ് വേൾഡ് എന്ന് പറയുന്നത് ആനിമൽസ് എങ്ങനെയാണ് ഈ ലോകത്തെ കാണുന്നത്. ചില ആനിമൽസ് അവരുടെ കൈ കൊണ്ടാണ് ടേസ്റ്റ് ചെയ്യുന്നത്, അവർക്ക് നാക്കില്ല. ചില ആനിമൽസ് അൾട്രാവയലറ്റ് ഇട്ടാണ് കാണുന്നത്. അപ്പം നമ്മൾ ഈ ഏലിയൻസിനെ തപ്പി പോവും. ഏറ്റവും നല്ല ഫാസിനേറ്റിംഗ് ക്രീച്ചേഴ്സ് നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഭയങ്കര ഒരു ആനിമൽ ഇൻ്റലിജൻസിൻ്റെ ഒരു അപ്രിസിയേഷൻ വരാൻ തുടങ്ങും. അപ്പോൾ അതൊരു ഇമ്മൻസ് വേൾഡും ഷോർട്ട് ഹിസ്റ്ററി ഓഫ് നിയർലി എവറിത്തിങ്. ഇപ്പം ഇതേവരെ ഇതൊരു എൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് കണക്കാക്കിയാൽ മതി. സയൻസ് ആണ് ഇതെന്ന് വിശ്വസിച്ചിട്ട് പിന്നെ തെറ്റിപ്പോയ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ ലൈഫിൽ? വിശ്വസിച്ചത് അയ്യോ ഇതിങ്ങനെയല്ലല്ലോ, ഒരു ബ്ലണ്ടർ ആയല്ലോ എന്ന് ഒരു സോക്കോൾഡ് സയൻസ് വിശ്വാസം. സോ ബേസിക്കലി ഈ പോയിന്റിൽ ഞാൻ ലൈഫിൽ അങ്ങനെ സയൻസ് ഒരുപാട് സ്ഥലത്ത് അങ്ങ് അപ്ലൈ ചെയ്യാറില്ല. കാരണം ഇതിങ്ങനെ ഭയങ്കര ഓവർലി ക്രിട്ടിക്കലും അനലിറ്റിക്കും ഒക്കെ ആവും എല്ലാ സാധനങ്ങളെ പറ്റി. പക്ഷെ എനിക്ക് അങ്ങനെ സയൻസ് ആണ് ഒരു സാധനം എന്ന് വിചാരിച്ച് പിന്നെ അങ്ങനെ തെറ്റിപ്പോകുന്നത് പോലെയൊന്നും തോന്നിയിട്ടില്ല. ജനറലി ആൾക്കാർ സയൻസ് ആണെന്ന് വിശ്വസിക്കുന്ന കുറേ കാര്യങ്ങളൊന്നും സയൻസ് അല്ല. അതിലൊരെണ്ണമാണ് ഞാൻ ഈ പവർ ഓഫ് തിങ്കിങ് എന്നൊക്കെ പറഞ്ഞ്, ഇത് തിങ്ക് ചെയ്താൽ ഈവിളായി, ഞാൻ അവന് വേണ്ടി അതൊക്കെ ഒരു കുറേ പേര് സയൻസ് ആണെന്ന് വിശ്വസിക്കുന്ന സാധനം, പക്ഷേ സയൻസ് അല്ല. പിന്നെ കുറേ പേര് ഇങ്ങനെ വന്നിരുന്നിട്ട് ക്വാണ്ടം മെക്കാനിക്സ് അവിടെ ഇവിടെയൊക്കെ വലിച്ചു കയറ്റും. എൻ്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസിയും നിൻ്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസിയും മാച്ചായി അതിൽ നിന്ന് എനർജി, ഇതൊക്കെ ഭയങ്കര കള്ളമാണ്. ഇതൊന്നും വിശ്വസിക്കരുത്. വേണമെങ്കിൽ ഇപ്പം നമുക്ക് അങ്ങനെയൊക്കെ പറയുന്നത് പറയാം, ഓക്കെ എനിക്കൊരു ഓറയുണ്ട്, നിങ്ങൾക്കൊരു, ശരി എനിക്ക് മനസ്സിലാവും. ഈ ഫിസിക്സിൽ ആൾക്കാർ മര്യാദയ്ക്ക് ഡിഫൈൻ ചെയ്തേക്ക് വെച്ചിരിക്കുന്ന ഓരോ വാക്കെടുത്തിട്ട് തോന്നിയിടത്തൊക്കെ ഉപയോഗിക്കുക. അല്ല ഓറ ഫിസിക്സിലല്ല, ഞാൻ പറഞ്ഞ ഓറയൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ഉപയോഗിച്ചോ. അല്ല ഈ ഫ്രീക്വൻസി വൈബ്രേഷൻ ഒക്കെ ഉള്ള ക്ലിയർ മീനിങ്സ് ഉള്ള സാധനം, അതിനെയൊക്കെ ഈ സയൻസ് ആണെന്ന് കാണിക്കാൻ വേണ്ടി അതിനെ ഈ തോന്നുന്ന സ്ഥലത്തൊക്കെ എടുത്തിടുന്ന ഒരു പരിപാടിയുണ്ട്. അതും ശ്രദ്ധിക്കണം. പിന്നെ ഒരെണ്ണം ശ്രദ്ധിക്കുന്ന പറഞ്ഞാൽ ഈ ആൾക്കാർ സയൻസ് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് ഈ ടെക്നിക്കൽ ജാർഗൺ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അവർ ഒരുപാട് നമുക്ക് മനസ്സിലാവാത്ത വാക്കുകൾ ഇട്ടാണ്, എല്ലാ വാക്കൊന്നും മനസ്സിലാവില്ല, കുറച്ച് ടെക്നിക്കൽ ജാർഗൺ അവിടെ ഇവിടെയൊക്കെ വരും. പക്ഷെ ഒരാൾ പ്യുവർലി ടെക്നിക്കൽ ജാർഗൺ ഇട്ടാണ് സംസാരിക്കുന്നത്, അവിടെ നമ്മൾ ഇത്തിരി കെയർഫുൾ ആയിരിക്കണം. കാരണം ഒരാൾക്ക് ക്ലിയർ ആയിട്ട് ഒരു സാധനം അറിയാമെങ്കിൽ അയാൾ അത് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു തരാനേ ശ്രമിക്കും. അല്ലാതെ അയാൾ അതിനെ ഓൾറെഡി കോംപ്ലിക്കേറ്റഡ് സാധനത്തിനെ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കില്ല. അയാൾക്ക് ഉത്തരം ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് അയാൾ ഭയങ്കര ടെക്നിക്കൽ ജാർഗൺ ഉപയോഗിക്കുന്നത്. അപ്പം മറ്റേ ആൾ കൺഫ്യൂസ്ഡ് ആയിട്ടൊന്നും പിന്നെ ചോദിക്കുകയൊന്നുമില്ല, എന്തോ കൂടിയ സംഭവം എന്നാൽ പിന്നെ ചോദിക്കേണ്ട എന്നുള്ളൊരു. അപ്പം ജനറലി ഒരാൾ ഭയങ്കര സയൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് ശ്രദ്ധിക്കുക, അയാൾ ഒരുപാട് ഇങ്ങനെ മനസ്സിലാവാത്ത വാക്കുകൾ ഉപയോഗിച്ചല്ലല്ലോ പറയുന്നതെന്ന്. അങ്ങനെ അയാൾ മനസ്സിലാത്ത വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അയാൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇല്ലെങ്കിൽ എന്തോ നിങ്ങൾ തിരിച്ച് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു തരണം. അല്ലെങ്കിൽ എന്തോ സസ്സാണ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. സസ്സാണ്. സോ വി ഹാഡ് ഫൺ. കാരണം ഐ ഹോപ്പ് നമ്മുടെ ഓഡിയൻസിന് ഒബ്വിയസ്ലി, കാരണം ഭയങ്കരമായിട്ട് അങ്ങനെ ആഗ്രഹിച്ച് ചോദിച്ച് വന്നൊരു ഗസ്റ്റാണ്. ഒബ്വിയസ്ലി വി ഓൾസോ വോണ്ട് ടു ലൈക്ക് ഒരു ടോക്കിന് ആഗ്രഹം ഉണ്ടായിരുന്നു.
ഐ എം സോ ഹാപ്പി ആൻഡ് യാ ഇപ്പൊ പിങ്കിന്റെ ഓഡിയൻസിന്റെ അടുത്ത് എന്തെങ്കിലും ഒരു 2 വാക്ക് പറയാനുണ്ടെങ്കിൽ. അല്ല എനിക്കറിയണം, ഞാൻ ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇത്രയും കുറച്ച് ഭയങ്കര ഡീപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. അപ്പം ഞാൻ കുറേ എന്തൊക്കെയോ പറഞ്ഞെന്ന് തോന്നുന്നു. പറഞ്ഞ നിങ്ങൾക്ക് ഞാൻ കുറച്ച് സിമ്പിൾ ലാംഗ്വേജിലാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. എവിടെയെങ്കിലുമൊക്കെ തെറ്റാണ്. എനിക്ക് ഞാൻ ഈ പറയുന്ന എല്ലാ ഫാക്സിനെ പറ്റിയൊന്നും അത്ര 100% ഷുവർ ഒന്നുമല്ല. To err is human ആണ്. അതെ എക്സാക്ട്ലി. സോ അങ്ങനത്തെ ചെറിയതാണ്. അതല്ലാണ്ട് നിങ്ങൾ എൻ്റെ വർക്ക് ഡെഫിനറ്റ്ലി ഫോളോ ചെയ്യുക. എൻ്റെ പേഴ്സണൽ ലൈഫ് അത്ര ഇൻട്രസ്റ്റിംഗ് ഒന്നുമല്ല, പക്ഷേ എൻ്റെ വർക്ക് ഡെഫിനറ്റ്ലി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നിസ്സാരായാലും പൂവൻ ബോയ്സ് ആയാലും ഇനിയിപ്പം എൻ്റെ ഇറങ്ങുന്ന ഷോർട്ട് ഫിലിം ആണെങ്കിലും ഞാൻ ഇനി എഴുതുന്ന കഥയാണെങ്കിലും എല്ലാം എൻ്റെ വർക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കി ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പം എൻ്റെ വർക്ക് ഡെഫിനറ്റ്ലി ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. Yeah, so yeah, that's it. Let's pink it.